മക്കളെ ഹലോ 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 യെസ് വരട്ടെ, എല്ലാവരും വരട്ടെ. ഒരുപാട് പേര് ആദ്യം വന്നിട്ടുണ്ട്. റെഡി, അവരെ സാറ് കണ്ടിട്ടുണ്ട്. യെസ്, ഇനി ബാക്കിയുള്ള ആളുകളും കൂടി വരട്ടെ എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. യെസ്, എല്ലാവരും വരട്ടെ മക്കളെ, വേഗം വന്നേ. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ശരവള. ശരി, നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നല്ലേ? ഓക്കെ 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 യെസ് പൊന്നു. യെസ്, ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് മകൾസ്. യെസ്, മുഫീദൊക്കെ ഓൾറെഡി ആദ്യമേ വന്നിട്ട് ആ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. യെസ്, ഒരു അച്ചു ഉണ്ടായിരുന്നില്ല, അച്ചു അവിടെ പോയി. അച്ചു ആദ്യം മെസ്സേജ് അയച്ചു വന്നു, അവയി പോയോ പിന്നെ? യെസ്, ഓക്കെ 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 മക്കളെ. അപ്പോൾ യെസ്, നമ്മളിന്ന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, യെസ്, 6 മാർക്ക്. ഓക്കെ, 6 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ കൂടെ വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, നമുക്കറിയാവുന്ന, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, ജനറൽ ടോപ്പിക്സ് മാത്രം, അതാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പഠിക്കാൻ സിമ്പിളാണ്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാമിന് അത് എന്താക്കുക, എഴുതാൻ പറ്റും. ഒരു പോയിന്റ് ഒക്കെ മിസ്സായി പോയാലും മറന്നു പോയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കയ്യിൽ നിന്ന് മറ്റൊരു പോയിന്റ് എടുത്ത് ഇടാൻ പറ്റും. അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ്. സോ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, 1 or 2 തവണ ഒന്ന് നോക്കി വെച്ചാൽ മതി, നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഈ ചാപ്റ്റർ. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് എന്താക്കാം, അത് അങ്ങോട്ട് സെറ്റാക്കാം. റെഡി? അപ്പോൾ അതിന് മുൻപ് യെസ് മക്കളെ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ എല്ലാവർക്കും. മക്കളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും ഒന്ന് വിളിച്ചിട്ട് വന്നേ. യെസ്, അറിയാലോ ക്രിസ്മസ് എക്സാമിന് നമുക്ക് എന്താ തീരും ഗ്യാപ്പില്ല കേട്ടോ, തീരും ഗ്യാപ്പില്ല. യെസ്, നമുക്ക് ആദ്യത്തെ സെക്കൻഡ് ലാംഗ്വേജ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് യെസ് തീരും ഗ്യാപ്പ് ഇല്ല. ഗ്യാപ്പ് വരുന്നത് CA എക്സാമിന് മാത്രം ഒരു 2 ദിവസം ലീവ് ഉണ്ട്. മറ്റൊരു എക്സാമിന് നമുക്ക് എന്തില്ല, യെസ് ഗ്യാപ്പില്ല. ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, പിന്നെ എക്കണോമിക്സ്, യെസ് മാത്സ്, ഒന്നിനും. അപ്പോൾ യെസ് അങ്ങനെ ഗ്യാപ്പില്ലാത്ത സബ്ജക്റ്റുകൾ ഈ ടൈമിൽ ഇരുന്ന് പഠിച്ച് തീർത്തോളുക. എക്സാം തുടങ്ങുന്നതിന് മുൻപ് യെസ് ഒരു ഗ്യാപ്പ് ഇല്ലാത്ത സബ്ജക്റ്റുകൾ മക്കള് റിവിഷൻ വരെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, റിവിഷൻ വരെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരെയും വിളിച്ചിട്ട് വന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേ. ഇന്ന് ഈ ചാപ്റ്റർ പഠിക്കാന്ന് പറയാം എല്ലാവരും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് മക്കളെ, നമുക്ക് എല്ലാ ചാപ്റ്ററുകളും അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് സെറ്റായിട്ട്, ക്രിസ്മസ് എക്സാം പോലെ അല്ലല്ലോ പബ്ലിക് എക്സാമിനൊക്കെ പഠിക്കണ്ടേ, വേണ്ടേ? അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല രീതിക്ക് പഠിക്കാതെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളെപ്പോ എക്സാമിന് തലേന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നമ്മൾ പഠിപ്പിക്കും ബാച്ചിൽ നിന്ന്. പക്ഷേ അങ്ങനെയല്ലല്ലോ അല്ലെ, എത്രയും നേരത്തെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു അതിലല്ലേ കാര്യം. അപ്പോൾ എന്താ പബ്ലിക് എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമൊക്കെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. റെഡി? ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് നമ്മുടെ ക്രാഷ് ബാച്ചും നമ്മുടെ December 26th സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. റെഡി? ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. റെഡി? എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം നമ്മൾ വീണ്ടും പഠിപ്പിക്കും സെറ്റായിട്ട്. അപ്പോൾ ആ ഒരു ബാച്ചിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ യെസ്, ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവാം. റെഡി? ആദ്യം തന്നെ മക്കള് പഠിച്ചു വെക്കണം, വാട്ട് ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെഡി? 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എഴുതി വെക്കണം എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് എ ബിസിനസ് ഷുഡ് ആക്ട് ഇൻ വേസ് ദാറ്റ് ബെനിഫിറ്റ് സൊസൈറ്റി ആസ് വെൽ ആസ് ഏൺ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിനപ്പുറത്തേക്ക് അല്ലെ, നമ്മളെ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്ന ആക്ടിവിറ്റി അതാണ് എന്തെന്ന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മസ്റ്റ് റെസ്പെക്ട് സോഷ്യൽ വാല്യൂസ് ആൻഡ് വർക്ക് ഫോർ പബ്ലിക് ഗുഡ്സ്, നോട്ട് ജസ്റ്റ് ഓണേഴ്സ് പ്രോഫിറ്റ്. എന്തിനു വേണ്ടിയിട്ടല്ല? ഓണേഴ്സ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിനാ? പബ്ലിക്
ഗുഡ് അല്ലെ, പബ്ലിക്കിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഗോസ് ബിയോണ്ട് ലീഗൽ ഡ്യൂട്ടീസ് ഈവൻ ഇഫ് ദ ലോ ഡസിന്റ് ഫോഴ്സ് ഇറ്റ്. ആണല്ലോ, ഇത് എന്തിന്റെ എന്തിനേയും കവിച്ച് പോകണം, അല്ലെങ്കിൽ എന്തിനേക്കാളും മുകളിലേക്ക് പോകണം. യെസ്, ദാ ലീഗൽ ഡ്യൂട്ടീസിന്റെക്കാൾ മുകളിലേക്ക് പോകണം. ഏത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ലീഗൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ഫോഴ്സ് ചെയ്യുന്ന ഐറ്റമാണ് അല്ലെ, നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഐറ്റമാണ് ഇത് ലീഗൽ ഡ്യൂട്ടി. പക്ഷെ ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, പക്ഷെ ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ മേലെ പോകണം അല്ലെ, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഐറ്റമാണ്. സൊസൈറ്റിക്ക് നല്ലതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഐറ്റമാണ് ഇത്. യെസ്, നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, a responsible business should willingly help society അല്ലെ. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എന്തിന് തയ്യാറാവണം? സൊസൈറ്റിക്ക് അല്ലെ. യെസ്, എന്താ ഹെൽപ്പ് ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം. ആൻഡ് കെയർ അബൌട്ട് ഹൗ ഇറ്റ്സ് ആക്ഷൻ അഫക്ട് അതേഴ്സ്. എന്തിനെ കുറിച്ചും അവര് ബോധ്യവാന്മാരായിരിക്കണം. അവര്, അതായത് ബിസിനസ് അല്ലെ, ബിസിനസ് ചെയ്യുന്ന ആക്ടിവിറ്റി എങ്ങനെ ഒരു സൊസൈറ്റിയെ അല്ലെങ്കിൽ എന്താ എങ്ങനെ അവിടെയുള്ള പബ്ലിക്കിലെ ഓരോ വ്യക്തിയെയും എഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചും കൃത്യമായിട്ട് ആര് ബിസിനസ് ബോധവാന്മാരായിരിക്കണം. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് പറയാം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സിമ്പിൾ പോയിന്റ് അല്ലേ. നമുക്ക് എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ പോയിന്റ് ഒന്നും ഇല്ലാതെ തന്നെ മക്കളൊന്നും ആലോചിച്ച് ചോദിക്കേ, എന്താ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? നമ്മൾ സ്വമേധയാ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട പോയിന്റ് അല്ലെ, ചെയ്യേണ്ട കാര്യം അതല്ലേ, അത് അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. അത് തന്നെയാണ് അത് എവിടെയും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പോയിന്റിനെ കുറച്ചും കൂടി എന്താണ് നല്ല ടേമുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒന്ന് മോഡിഫൈ ചെയ്ത വേർഷനാണ് ഇതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മോഡിഫൈഡ് ചെയ്തിട്ടുള്ള ആ വേർഷൻസ് ഉൾപ്പെടുത്തി നിങ്ങൾ എക്സാം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ മോഡിഫൈഡ് വേർഷൻസും പോയിന്റ്സും ഒക്കെ കിട്ടണ്ടേ, അത് നിങ്ങൾ ഈ നോട്ട്സ് നോക്കി പഠിക്കണം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് എന്താ സുഖമായിട്ട് എഴുതാൻ പറ്റിയ ചാപ്റ്റർ സാർ ജനറൽ ആണോ? അത് ഇത് ജനറൽ ആണ്, ജനറൽ ടോപ്പിക് അല്ലേ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ മക്കൾ ടെക്സ്റ്റ് കൂടെ കേൾക്കുകയാണോ ആദ്യമായിട്ട്? അല്ലല്ലോ. യെസ്, റെഡി. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ അടുത്ത പഠിക്കാനുള്ളതാ നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണല്ലേ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യകതകൾ എന്തെല്ലാം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ ആവശ്യകതകൾ എന്തെല്ലാം? നീഡാണ്. അപ്പൊ ഈ നീഡ്സിനെ നമുക്ക് എന്താ രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെ? ആർഗ്യുമെന്റ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആർഗ്യുമെന്റ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ സാർ, സുഖല്ലേ? ഓ ഒടിയൻ, സുഖാണോ? റെഡി. അപ്പൊ നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? നമ്മൾ ഇനി പറയാൻ പോകുന്ന ഏത് ആർഗ്യുമെന്റ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ അണ്ടറിലുള്ള പോയിന്റ്സ് ഉൾപ്പെടുത്തി എഴുതണം. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തിനാണ് നീഡ് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, റെഡി. ചില സമയത്ത് ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വരും. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരായിട്ടുള്ള എന്ത് വരും? നമ്മളോട് ചോദിക്കും എതിരായിട്ടുള്ള പോയിന്റുകൾ എന്തെല്ലാം, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്തെല്ലാം ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇതിന്റെ അണ്ടറിലുള്ള പോയിന്റ്സ് എഴുതി വെക്കാം. റെഡി. അപ്പോൾ ഓരോന്നും നമുക്ക് പഠിക്കാം. ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്തിനു വേണ്ടി ചെയ്യണം? ഓക്കെ, അല്ലെങ്കിൽ എന്താ നീഡ്, ആവശ്യകത അല്ലെ. നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നാമത്തെ എന്താ? ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി എന്ത് വേണം? നമ്മുടെ ബിസിനസ്സിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്കിയോ, ബിസിനസിന്റെ എക്സിസ്റ്റ് ടു സെർവ് people by providing goods and services. Profit is important but should be seen as a result of good service, not only goal. റെഡി. ഒരു ബിസിനസിന്റെ ഗോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണ്. പക്ഷേ ആ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് എന്തുകൂടെ വേണം? എന്തുകൂടെ വേണം? നമ്മുടെ സർവീസ് അല്ലേ. സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ എന്താണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യണം, അവരെ നല്ലതിന് വേണ്ടി. Okay, the business can grow and succeed only if it is continuously serve society. കണ്ടല്ലോ, ഒരു ബിസിനസ് നമ്മുടെ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമോ? എങ്ങോട്ടാ നിനക്ക് ടൈം ട്രാവൽ ചെയ്യേണ്ടത്? പറയൂടാ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഓക്കെ, അതൊക്കെ സിനിമയിൽ നമ്മൾ വലിയ കാര്യത്തിൽ പഠിക്കുന്നല്ലാതെ അതൊന്നും അല്ല, കാണുന്നല്ലാതെ അതൊന്നും ശരിയല്ല. ഓക്കെ, റെഡി. യെസ്. അപ്പൊ എന്താ? സൊസൈറ്റിക്ക് നമ്മൾ എന്താ സർവീസ് കൊടുക്കുക അല്ലെ. സൊസൈറ്റിക്ക് കണ്ടിന്യൂസ് ആയി സർവീസ് കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. സോ ടേക്കിംഗ് അപ്പ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ജസ്റ്റിഫൈ ദ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. റെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു? നമ്മുടെ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ്.
ഓക്കെ, യെസ്. 2100 പോകേണ്ടത്. ഓ, നമുക്ക് പോകണം. ബസ് ഉണ്ടല്ലോ കോഴിക്കോട് നിന്ന്. ചളിയായിപ്പോയില്ലേ? സാല പോട്ടെ, എന്ത് ചെയ്യാന്. ഓക്കെ, പെട്ടെന്ന് നല്ല കിട്ടിയില്ല. ഓക്കെ, ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് അടുത്തെന്താണ്? യെസ്, ഫേമിന്റെ ലോങ് ടേം ഇൻട്രസ്റ്റ്. എന്താ ലോങ് ടേം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കുക, അല്ലെ? അപ്പൊ ശ്രദ്ധിച്ചോ, എ ബിസിനസ് ഏൺ മോർ പ്രോഫിറ്റ് ഇൻ ലോങ് റൺ വെൻ മെയിൻ ഗോൾ ഈസ് ടു സെർവ് സൊസൈറ്റി. ഒരു ബിസിനസിന്റെ മെയിൻ ലക്ഷ്യം എന്താ? ഒരുപാട് കാലം നിലനിൽക്കുക, കുറെ പ്രോഫിറ്റ് ഉണ്ടാക്കുക. സോ ഇതിന് എന്ത് വേണം? സർവീസ് കൊടുക്കണം. ആർക്ക്? സൊസൈറ്റിക്ക്, അല്ലെ? ഇഫ് പീപ്പിൾ ഫീൽ ബിസിനസ് ഈസ് നോട്ട് ഹെൽപ്പിംഗ് സൊസൈറ്റി ദേ മേ സ്റ്റോപ്പ് സപ്പോർട്ടിങ്. ഉണ്ടല്ലോ, റെഡി? നമ്മള് എന്താണ് നല്ല രീതിക്ക് സൊസൈറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അത് ആർക്ക് മനസ്സിലാവും? നമ്മുടെ പബ്ലിക്കിന് മനസ്സിലാവും. സോ അത് മനസ്സിലായി കഴിഞ്ഞാൽ പബ്ലിക് എന്ത് ചെയ്യും? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങോട്ട് നിർത്തും. സോ ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഹെൽപ്പ് ബിൽഡ് എ ഗുഡ് പബ്ലിക് ഇമേജ് ആൻഡ് എൻഷുർ ലോങ് ടേം സക്സസ്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എന്താണ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പബ്ലിക് ഇമേജ് കിട്ടും. യെസ്, നമ്മുടെ ലോങ് ടേം റണ്ണിന് അത് ഗുണമാവുകയും ചെയ്യും. ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ് റെഡി? അങ്ങനെയെങ്കിൽ തേർഡ് ശ്രദ്ധിച്ചോ, അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻ. അറിയാലോ, ഗവൺമെന്റ് റെഗുലേഷൻ എന്താണ്? ഗവൺമെന്റ് കൊണ്ടുവരുന്ന റൂളുകളും കാര്യങ്ങളും. റെഡി? നമ്മൾ പ്രോപ്പറായി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ബിസിനസ്സുകാർ ഇപ്പോൾ തോന്നിയാസ കളിയാണ്, അവർ വേണ്ട രീതിയിൽ എന്താണ് സൊസൈറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാകാം? കുറച്ച് റൂളുകളൊക്കെ കൊണ്ടുവരാം, അല്ലെ? അങ്ങനത്തെ റൂളുകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കുറെ ബുദ്ധിമുട്ടുണ്ടാവും. സോ ആ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? മാന്യമായി ചെയ്യേണ്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അങ്ങോട്ട് ചെയ്യുക. അതാണ് പറയുന്നത്. ഗവൺമെന്റ് റൂൾ ലിമിറ്റ് ബിസിനസ് ഫ്രീഡം, അല്ലെ? ഗവൺമെന്റ് റൂൾ എന്താ? ബിസിനസിന് ഒന്നങ്ങോട്ട് പിടിക്കും, അല്ലെ? സോ ബൈ വയലേറ്റിംഗ് ആക്ടിംഗ് റെസ്പോൺസിബിലിറ്റി, വളണ്ടർലി ആക്ടിംഗ് റെസ്പോൺസിബിലിറ്റി ബിസിനസ് ക്യാൻ അവോയ്ഡ് സ്ട്രിക്ട് ലോ ആൻഡ് റെഗുലേഷൻ. അപ്പൊ സ്വമേധയാ കണ്ടറിഞ്ഞ് റെസ്പോൺസിബിലിറ്റി ചെയ്താൽ നമുക്ക് എന്താ ഇത്തരത്തിലുള്ള റെഗുലേഷനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, ഐ ഹാവ് സീൻ ഫ്യൂ മന്ത്. അവരൊക്കെ പഠിക്കുന്നു, അവരൊക്കെ ബാച്ചിലിരുന്ന് പഠിക്കുന്നു. ഓക്കെ, അടുത്തത് മെയിൻ്റെനൻസ് ഓഫ് സൊസൈറ്റി. അടുത്തെന്താ? സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അല്ലെ? ലോ കാൻ കവർ എവറിത്തിങ്. സോ ഇഫ് പീപ്പിൾ ഫീൽ ഇഗ്നോർഡ് ഓർ എക്സ്പ്ലോയിറ്റഡ് ദേ മേ ആക്ട് അഗെയിൻസ്റ്റ് ബിസിനസ് ഇൻട്രസ്റ്റ്. നമുക്കറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? ഒരു ജനങ്ങൾക്ക്, നമ്മുടെ പബ്ലിക്കിൽ, അല്ലെ നമ്മുടെ എൻവിറോൺമെന്റിന് തോന്നിക്കഴിഞ്ഞാൽ, നമ്മുടെ പബ്ലിക്കിനെ തോന്നിക്കഴിഞ്ഞാൽ, എന്ത് തോന്നിക്കഴിഞ്ഞാൽ? യെസ്, ഈ ബിസിനസ് നമ്മളെ ഒഴിവാക്കുന്നു, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ ഇഗ്നോർ ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്താ? ബിസിനസ് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയി നിൽക്കും, അല്ലെ? പിന്നെ ഫുൾ പ്രശ്നങ്ങളും അടിയും പിടിയായിരിക്കും. സോ ബിസിനസ് ഷുഡ് ആക്ട് റെസ്പോൺസിബിളി ടു ഹെൽപ്പ്, യെസ്, to help maintain peace and order in society, അല്ലെ? സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ? യെസ്, നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നല്ല രീതിക്ക് ചെയ്തു പോകണം. എന്തിന്? യെസ്, നല്ലൊരു ഓർഡർ, നല്ല സൊസൈറ്റിക്ക് എന്താണ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കെന്താ കുറേ കാലം ഡീസൻ്റ് ആയിട്ട് ഇവിടെ നിന്ന് പോവാം. ഓക്കെ, അപ്പോൾ സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആര് ശ്രദ്ധിക്കണം? ബിസിനസ് ശ്രദ്ധിക്കണം. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോ, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വിത്ത് ബിസിനസ്. ബിസിനസ്സിലുള്ള റിസോഴ്സസ്, അല്ലെ? ബിസിനസ് ഹാവ് മണി, സ്കിൽഡ് പീപ്പിൾ ആൻഡ് എക്സ്പീരിയൻസ്. ദീസ് റിസോഴ്സസ് ക്യാൻ ഹെൽപ്പ് സോൾവ് സോഷ്യൽ ഇഷ്യൂ എഫക്റ്റീവ്ലി എന്നാണ്. ബിസിനസ്സിൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് അത് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആർക്ക് പറ്റും? യെസ്, ബിസിനസ്സിന് പറ്റും. സോ അത് യൂസ് ചെയ്തുകൊണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണം എന്നുള്ളതാണ്. മണിയുണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നല്ല അങ്ങനത്തെ റിസോഴ്സസ് ഒന്നും എല്ലായിടത്തും ഒന്നും ഉണ്ടാവുന്നതല്ലോ. ഓക്കെ, യെസ്. സാർ SSLC ഫുൾ A+ അല്ലേന്നോ? ആർക്ക്? സാറിനോ? ഇല്ല, സാറിന് SSLC ഫുൾ A+ ഇല്ല, +2 ഫുൾ A+ ഇല്ല. ഓക്കെ, റെഡി? യെസ്, അപ്പോൾ ശ്രദ്ധിച്ചോ. യെസ്, കൺവേർട്ടിംഗ് പ്രോബ്ലം ഇൻടു ഓപ്പർച്യൂണിറ്റി. അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താണ്? യെസ്, കൺവേർട്ടിംഗ് പ്രോബ്ലം ഇൻടു സോഷ്യൽ, അല്ലെ? എന്താണ്? നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റുക, അല്ലെ? സോഷ്യൽ പ്രോബ്ലംസിന് എന്ത് ചെയ്യുക? യെസ്, അത് നമ്മൾ നല്ല പബ്ലിക്കായിട്ട് കയറി എന്താക്കുക? ഡീൽ ചെയ്യുക, അല്ലെ? അത് ഡീൽ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? നല്ല പരിഹാരങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു നമുക്ക്? ആ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ഇമേജ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഒരു ഇമേജ് നമുക്ക് സെറ്റ് ചെയ്യും. ആ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ? നമുക്കതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്താ?
നോക്കിക്കോ, ദ ബിസിനസ് ആർ ഗുഡ് അറ്റ് ടേണിംഗ് ചാലഞ്ചസ് ഇൻ ടു പ്രോഫിറ്റ്. ദേ ക്യാൻ സോൾവ് സോഷ്യൽ പ്രോബ്ലം ആൻഡ് ഓൾസോ ബെനിഫിറ്റ് ഫ്രം ന്യൂ ഓപ്പർച്യൂണിറ്റി. എന്താ ന്യൂ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരും. പിന്നെ നമുക്ക് നല്ലൊരു പബ്ലിക് ഇമേജ് കിട്ടിയാൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരും, ഇൻവെസ്റ്റേഴ്സ് വരും. റെഡി, അത് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റണം. ഏത്? ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റെഡി. അങ്ങനെയെങ്കിൽ ഏഴാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോ, ബെറ്റർ എൻവിറോൺമെന്റ് ഫോർ ഡൂയിങ് ബിസിനസ് ആണ്. ബിസിനസ് ചെയ്യാൻ നല്ലൊരു എൻവിറോൺമെന്റ് വേണ്ടേ? ആ എൻവിറോൺമെന്റിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് മകനെ? യെസ്, ഓക്കെ, യെസ്. അപ്പൊ ആ ഒരു നല്ലൊരു എൻവിറോൺമെന്റിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് മുന്നിട്ടിറങ്ങണം. ഓക്കെ, ഫുൾ അടിയും കച്ചറയും ബഹളവും പ്രോബ്ലം ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് നന്നായിട്ട് ബിസിനസ് ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല. സോ ആ ഒരു സോഷ്യൽ പ്രോബ്ലംസ് നമ്മൾ എന്താക്കുക? നമ്മുടെ ബിസിനസ് കണ്ടറിഞ്ഞ് പരിഹരിക്കുക. അതല്ല അതിന്റെ ബെറ്റർ. ശ്രദ്ധിച്ചോ, ബിസിനസ് കാൻ സക്സീഡ് ഇൻ എ സൊസൈറ്റി ഫുൾ ഓഫ് പ്രോബ്ലം. ബൈ ഹെൽപ്പിംഗ് സോൾവ് സോഷ്യൽ ഇഷ്യൂ, ബിസിനസ് ക്രിയേറ്റ് ബെറ്റർ എൻവിറോൺമെന്റ് ടു ഗ്രോ ആൻഡ് ഓപ്പറേറ്റ് സേഫ്ലി. അടുത്ത് ശ്രദ്ധിച്ചോ, ഹോൾഡിംഗ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി ഫോർ സോഷ്യൽ പ്രോബ്ലം. ദെൻ ലാസ്റ്റ് എന്താണ്? ബിസിനസിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ചെയ്യുന്നതിനാ സോഷ്യൽ പ്രോബ്ലംസിന് സം സോഷ്യൽ പ്രോബ്ലം ലൈക്ക് പൊല്യൂഷൻസ് ഓർ അൺഫെയർ ജോബ് ആർ കോസ്ഡ് ബൈ ബിസിനസ്. അല്ലെ, ബിസിനസ് മൂലം ഉണ്ടാകുന്ന പൊല്യൂഷൻസ്, അതുപോലെ തന്നെ അൺഫെയർ ആയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ. സോ ഇറ്റ് ഈസ് ദെയർ മോറൽ ഡ്യൂട്ടി ടു ഹെൽപ്പ് സോൾവ് ദീസ് പ്രോബ്ലം, നോട്ട് ലീവ് ദം ടു അതേഴ്സ്. അല്ലെ, ബിസിനസ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലം ഉണ്ടാകല്ലോ, അല്ലെ, ബിസിനസ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതിനെയും കൂടെ എന്ത് പരിഗണിക്കണം? ആര് പരിഗണിക്കണം? ഒരു ബിസിനസ് പരിഗണിക്കണം എന്നുള്ളതാണ്. സോ ഒരു 8 പോയിന്റുകൾ ഉണ്ട്. എന്താ, എന്തിനാണ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടത് എന്നുള്ള പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളാം. ഓക്കെ, എന്താണ്? യെസ്, നമ്മുടെ എന്താണ് ആർഗ്യുമെന്റ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തിന് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, യെസ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ്. 8 പോയിന്റുകളുണ്ട്. ഒന്നാമത്തെ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്തിന് വേണ്ടി. സെക്കൻഡ് എന്താണ്? ചോദിച്ചോ, യെസ്, എന്താ? ഫേമിന്റെ ലോങ് ടേം ഇൻട്രസ്റ്റിന് വേണ്ടി. തേർഡ് എന്താണ്? ഗവൺമെന്റ് റെഗുലേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഫോർത്ത് എന്താണ്? യെസ്, മെയിൻ്റെനൻസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെയോ അവൈലബിലിറ്റി, അല്ലെ, നമ്മളെ റിസോഴ്സസിന് അവൈലബിലിറ്റി, ആ റിസോഴ്സസ് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെയോ കൺവേർട്ടിംഗ് പ്രോബ്ലം, അല്ലെ, പ്രോബ്ലത്തിന് നമുക്ക് എന്താ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെയോ ബെറ്റർ എൻവിറോൺമെന്റ്, നല്ലൊരു എൻവിറോൺമെന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റ് എന്താണ്? യെസ്, ഹോൾഡിംഗ് ബിസിനസ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ സോഷ്യൽ സോഷ്യൽ പ്രോബ്ലം. അല്ലെ, നമ്മൾ ബിസിനസ് മൂലം ഉണ്ടാകുന്ന സോഷ്യൽ പ്രോബ്ലംസും ഡീൽ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ നീഡ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത പോയിന്റ് ഉണ്ട്, ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരായിട്ടുള്ള ആർഗ്യുമെന്റ്സ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണ്ട എന്നാണ് കുറച്ച് ആളുകൾ പറയുന്നത്. അതിനുള്ള കാരണം ചോദിച്ചു. ഒന്നാമത്തെ എന്താ? വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്. ഒരു ബിസിനസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് എന്ത് കിട്ടൂല? പ്രോഫിറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് യെസ് ആർഗ്യുമെന്റ്. ആദ്യത്തെ ആർഗ്യുമെന്റ്, അല്ലെ, നല്ല പോയിന്റ് അല്ലെ. ദ ബിസിനസ് എക്സിസ്റ്റൻസ് മേക്ക് പ്രോഫിറ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മേ ഡിസ്ട്രാക്ട് ഫ്രം ദീസ് ഗോൾ. അല്ലെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പോയാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒബ്ജക്റ്റീവിൽ നിന്ന് നമ്മളെ അതുണ്ടാക്കുന്നു, പിന്തിരിപ്പിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിച്ചോ, ബേർഡൻ ഓൺ കൺസ്യൂമേഴ്സ്. യെസ്, കൺസ്യൂമറുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന ബേർഡൻ, അല്ലെ, അവരുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന തടസ്സങ്ങൾ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി കോസ്റ്റ്ലി ഫോർ ബിസിനസ്സസ്. ഓക്കെ, എന്താ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്ത് തുടങ്ങിയാൽ അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബിസിനസ്സിന് ഒരുപാട് ചെലവുണ്ടാക്കുന്നു, അല്ലെ. റെഡി? അപ്പൊ നോക്കിക്കോ, യെസ്, നോ ചാവി വദനയോ, എന്താണത്? കേൾക്കുന്നില്ലേ? യെസ്, അടുത്തെന്താ? These costs may be passed. Okay, these costs may be passed on the consumer through higher prices. ആണല്ലോ, നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് ഇറങ്ങി, എന്ത് പറ്റും? നമുക്ക് കുറെ ചെലവ് വരും. ആ ചെലവ് വന്നു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, നമ്മളൊരു പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുമ്പോൾ അതിന്റെ പ്രൈസ് കൂട്ടി വിൽക്കും, അല്ലെ. സോ ദീസ് മേക്ക് ഇറ്റ് അൺഫെയർ ടു കൺസ്യൂമർ. യെസ്, അപ്പൊ എന്താ? ഇത് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതിന് നല്ല സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാതിരിക്കുന്നതല്ലേ എന്നാണ് സെക്കൻഡ് ആർഗ്യുമെന്റ്. ഓക്കെ അല്ലേ? ഓർത്ത് വെച്ചോളാം. തേർഡ് എന്താ? ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽ. അടുത്തെന്താ?
സോഷ്യൽ സ്കില്ല് ഇല്ല എന്നുള്ളതാണ് അല്ലെ. ബിസിനസ്മാൻ ലാക്ക് ഓഫ് സ്കിൽ ടു സോൾവ് സോഷ്യൽ പ്രോബ്ലം. യെസ്, എന്താണ് ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ലില്ല. അവർക്ക് ബിസിനസ് നടത്താനുള്ള സ്കില്ലേ ഉള്ളൂ അല്ലെ. സോഷ്യൽ ഇഷ്യൂ നീഡ് എക്സ്പേർട്ട്, നോട്ട് ബിസിനസ്സസ്. എന്താ സോഷ്യൽ എക്സ്പേർട്സ് ആണ് എന്തിനു വേണ്ടത്, സോഷ്യൽ പ്രോബ്ലംസ്. യെസ്, എന്താ സോറി വിസ്കി ഡാൻസ്, വിസ്കിയാണോ ഹസ്കിയാണ്, എന്താ ഭഗവാനെ വിസ്കിയോ. Okay, so such problems should be handled by specialized agencies. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ബിസിനസ് അല്ല വേണ്ടത്, സ്പെഷ്യലൈസ് ആയിട്ടുള്ള ആളുകളും ഏജൻസികളുമാണ് വേണ്ടത് എന്നുള്ളതാണ് മൂന്നാമത്തെ ആർഗ്യുമെന്റ്. ഇതെന്താ ലാസ്റ്റ് ആർഗ്യുമെന്റ് ശ്രദ്ധിച്ചോ, ലാക്ക് ഓഫ് ബ്രോഡ് പബ്ലിക് സപ്പോർട്ട്. പബ്ലിക്കിൽ നിന്നും സപ്പോർട്ട് ഒന്നുമില്ല. ഓക്കെ, പീപ്പിൾ ഓഫൺ ഡോണ്ട് ട്രസ്റ്റ് ബിസിനസ് ഇൻ സോഷ്യൽ മാറ്റർ. ഓക്കെ, അതായത് എന്താ പറഞ്ഞത്, ബിസിനസ്സിന് എന്താണ് ആർക്ക് പബ്ലിക്കിന് വലിയ വിശ്വാസമല്ല. The lack of support make it hard for business to succeed in solving social problem. അപ്പോൾ എന്താ ലാക്ക് ഓഫ് സപ്പോർട്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ഇല്ലാത്തത് നമുക്ക് എന്താ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്ത് സക്സസ് ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ വളരെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ, റെഡി. അപ്പോൾ ഈ 4 പോയിന്റുകൾ ആർഗ്യുമെന്റ് എഗെയിൻസ്റ്റ് ആയിട്ട് മക്കൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആർഗ്യുമെന്റ് എഗെയിൻസ്റ്റ് ആയിട്ട് മക്കൾ ഓർത്ത് വെക്കുക. റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താന്ന് നമ്മൾ പറഞ്ഞു. നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു 8 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു 8 പോയിന്റുകൾ ഉണ്ട്. ആ 8 പോയിന്റുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. റെഡി. അപ്പം ഈ ആർഗ്യുമെന്റ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എന്തെന്ന് നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചോദിച്ചാലും മക്കൾ എഴുതേണ്ടത്. പിന്നെയോ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതൊരു 4 പോയിന്റുകളും ഉണ്ട്. ആദ്യത്തെ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. യെസ് അഭിനവ്, ഓക്കെ റെഡി. അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പഠിക്കേണ്ടത് ഈ ഒരു ഐറ്റമാണ്, റിയാലിറ്റി ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ റിയാലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ റിയാലിറ്റി. അതായത് റിയാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, ഇറ്റ് വുഡ് ബി ഗുഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫാക്ടേഴ്സ് കമ്പൽ business entrepreneur to act with a sense of social responsibility. കണ്ടല്ലോ, യെസ് എന്ത് ഫാക്ടേഴ്സ് ആണ് ഒരു ബിസിനസ്സിനെ എങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സെൻസിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന ഘടകങ്ങൾ ഒന്നാമത്തത്, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ കാരണമായിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ റീസൺ അല്ലെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ വേണ്ട റീസൺസ്. ഇതെന്ത് ചോദിച്ചാലും മക്കൾ എഴുതേണ്ടത് ഇനി നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് ആണ്. ഓക്കെ, സാറ് കോൽക്കളി കണ്ടിട്ടുണ്ടോ? കോൽക്കളി സാറ് പണ്ട് മറ്റേ ഇവിടെ എന്തായാലും അംഗൻവാടി പഠിക്കുന്ന സമയത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു കോൽക്കളി. കിണി 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 നല്ല ഈ മുളന്റെ വടിയൊക്കെ ഇങ്ങനെ ചെത്തി ഉഴിഞ്ഞ് കോലാക്കിയിട്ട്. എക്സ്പെൻസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നാണോ? നമുക്ക് അവസാനത്തെ ഒരു 3 ചാപ്റ്റർ ഒഴിവുള്ളൂ, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും എന്തിനുണ്ട്, ക്രിസ്മസ് എക്സാമിനുണ്ട്. ഓക്കെ, 7-8 ചാപ്റ്റേഴ്സ് അങ്ങനെ ഉണ്ട്. നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, വെയിറ്റ് എന്താന്നുള്ളത്. തസ്ലീന നോക്കുക. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും വെയിറ്റ് ഉള്ള ചാപ്റ്റേഴ്സ് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ 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 റെഡി 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 റെഡി. അപ്പൊ അത് ശ്രദ്ധിച്ചോ, എന്താ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ റിയാലിറ്റി അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആവാൻ നമ്മളെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ, അതും അല്ലെങ്കിൽ ഫോഴ്സുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ അല്ലെങ്കിൽ റീസണുകൾ. ഇതിലേത് ചോദിച്ചാലും മക്കൾ എഴുതേണ്ടത് ഇനിയുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താ, ത്രെറ്റ് ഫോർ പബ്ലിക് റെഗുലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് അല്ലെ, പബ്ലിക് റെഗുലേഷനിൽ നിന്നുണ്ടാവുന്ന പ്രോബ്ലംസ് അത് ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഗവൺമെന്റ് റെഗുലേഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടി, അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? റെഡി, അത് തന്നെ പോയിന്റ്, സെയിം റിപ്പീറ്റ്. ഗവൺമെന്റ് ടുഡേ ആക്ട് ആസ് വെൽഫെയർ സ്റ്റേറ്റ് പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ അല്ലേ?
പീപ്പിൾസിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇഫ് ബിസിനസ്സസ് ബിഹേവ് ഇറസ്പോൺസിബിളി ദ ഗവൺമെന്റ് മേ ഇൻട്രൊഡ്യൂസ് ലോ ആൻഡ് റെഗുലേഷൻസ്. അല്ലെ, ബിസിനസ് വേണ്ട രീതിയിൽ റെസ്പോൺസിബിൾ ആയിട്ടില്ലെങ്കിൽ അവിടെ എന്ത് വരും? ഗവൺമെന്റിന്റെ റൂളുകളും റെഗുലേഷൻസും വരും. ബിക്കോസ് ബിസിനസ് വാണ്ട് ടു അവോയ്ഡ് സ്ട്രിക്റ്റ് ഗവൺമെന്റ് കൺട്രോൾ, ദേ ഓഫൺ ചൂസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓൺ ദെയർ ഓൺ. അല്ലെ, അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകളും റെഗുലേഷൻസും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും വന്നാൽ അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്തെയുള്ള ഓപ്ഷൻ? നമ്മൾ അടിപൊളിയായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അങ്ങോട്ട് ചെയ്യുക. ഓക്കെ, ദീസ് ത്രെറ്റ് ഓഫ് റെഗുലേഷൻ എൻകറേജ് ബിസിനസ് ടു ടേക്ക് കെയർ ഓഫ് സൊസൈറ്റീസ് ഇൻട്രസ്റ്റ് ആൻഡ് വോളണ്ടറിലി. അപ്പൊ ഇങ്ങനെ ബിസിനസ് എന്താണ് അല്ല, ഒരു ഗവൺമെന്റ് സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഒക്കെ ഇറങ്ങിയാൽ നമ്മൾ എന്ത് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും? അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. അതിലും നല്ലത് എന്താ, നമ്മൾ സ്വയം കണ്ടറിഞ്ഞ് ചെയ്യുന്നല്ലേ. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ത്രെറ്റ് ഫോർ പബ്ലിക് റെഗുലേഷൻ. നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന ആദ്യത്തെ ഘടകം. റെഡി? അപ്പൊ ഫോഴ്സ് ചെയ്യുന്ന സെക്കൻഡ് ഘടകം എന്താ? പ്രഷർ ഫോർ ലേബർ മൂവ്മെന്റ്. അല്ലെ, ലേബേഴ്സിൽ നിന്നുണ്ടാകുന്ന മൂവ്മെന്റ്സ്, ലേബേഴ്സിൽ നിന്നുണ്ടാകുന്ന പ്രഷറുകൾ. റെഡി? അപ്പൊ ശ്രദ്ധിച്ചോ. ഓക്കെ, ശ്രദ്ധിച്ചോ. ഓവർ ടൈം വർക്ക് ഹാവ് ബിക്കം മോർ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് വേൾഡ് വൈഡ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആരെ മാത്രം? നമ്മുടെ എംപ്ലോയീസിനെ മാത്രമാണ്. അല്ലെ, എംപ്ലോയീസിന്റെ വെൽഫെയർ, എംപ്ലോയീസിന്റെ റൈറ്റ്സ്, ഇതിനൊക്കെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതും എന്താണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ദ ലേബർ മൂവ്മെന്റ് ഹാസ് ഗ്രോൺ സ്ട്രോങ്ങർ ടു ഡിമാൻഡ് ബെറ്റർ റൈറ്റ്സ് ആൻഡ് ബെനിഫിറ്റ് ഫോർ വർക്കേഴ്സ്. ബിക്കോസ് ഓഫ് ദീസ് ബിസിനസ് ആർ ഫോഴ്സ്ഡ് ടു പേ അറ്റൻഷൻ ഓൺ വർക്കേഴ്സ് വെൽഫെയർ. അല്ലെ, അപ്പൊ വർക്കേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്തു കൊടുത്താലും അതിന് നമുക്ക് എന്ത് പറയാം? സോഷ്യൽ റെസ്പോൺസിബിൾ ആണ്. അല്ലെ, നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ദേ ക്യാൻ നോ ലോങ്ങർ ഫ്രീലി യൂസ് ഇൻ ഹയർ ആൻഡ് ഫയർ അപ്രോച്ച് വിത്തൗട്ട് കോൺസിക്വൻസസ്. ഹയർ ആൻഡ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താണ്, ബിസിനസ്സിലൊക്കെ പല ആളുകളെ നമ്മൾ ഹയർ ചെയ്തെടുക്കുന്നു, പെട്ടെന്നൊന്നും പറയാൻ നമ്മൾ പിരിച്ചുവിടുന്നു. അതുപോലുള്ള എന്താണ് കുറെ ആക്ടിവിറ്റീസ് ബിസിനസ് ചെയ്യാറുണ്ട്. അല്ലെ, ആർക്കെതിരായിട്ട്? നമ്മുടെ എംപ്ലോയീസിനെതിരായിട്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. അല്ലെ, നമ്മൾ ലേബേഴ്സിനെ നല്ല രീതിയിൽ പരിഗണിക്കുക. അതും എന്താണ്? നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. സോ എന്താ, നമ്മുടെ ലേബേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള പ്രഷറാണ് രണ്ടാമത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാനുള്ള ഘടകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ മൂന്നാമത് ശ്രദ്ധിച്ചോ, ഇമ്പാക്ട് ഓഫ് കൺസ്യൂമർ കോൺഷ്യസ്നസ്. ഓക്കെ, കൺസ്യൂമേഴ്സ് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലുള്ള കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല കോൺഷ്യസ് ആണ്. അവർക്കറിയാം. അല്ലെ, ഇതാ നോക്കിയോ, ഡ്യൂ ടു എഡ്യൂക്കേഷൻ, മീഡിയ, മാർക്കറ്റ് കോമ്പറ്റീഷൻ, കൺസ്യൂമർ ആർ നൗ മോർ അവെയർ ഓഫ് ദെയർ റൈറ്റ്സ്. അല്ലെ, ഇപ്പോഴുള്ള കൺസ്യൂമേഴ്സ് എന്താണ്? കൃത്യമായിട്ട് അവർക്കറിയാം അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ കിട്ടണം എന്നുള്ളതിനെ കുറിച്ച് അവർ എന്താണ്? കോൺഷ്യസ് ആണ്. അല്ലെ, എഡ്യൂക്കേറ്റഡ് ആണ് അവർ. ഓക്കെ, ദ ഓൾഡ് ഐഡിയ ഓഫ് ദ ലെറ്റ് ദ ബയർ ബിവെയർ ഹാസ് ചേഞ്ച്ഡ് ടു കസ്റ്റമർ സ്കീം. അതുകൊണ്ട് തന്നെ എന്താണ്, പണ്ടത്തെ ഐഡിയാസ് ഉണ്ടായിരുന്നു. എന്താ പണ്ടത്തെ ലെവൽ എന്തായിരുന്നു? ലെറ്റ് ദ ബയേഴ്സ് ബിവെയർ. എന്താണ്? വാങ്ങുന്ന, അല്ലെ, കൺസ്യൂമേഴ്സ് ശ്രദ്ധിച്ചോട്ടെ, നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, അവർ ശ്രദ്ധിച്ചല്ലേ വാങ്ങേണ്ടത് എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ നിന്ന് മാറി ഇപ്പൊ എന്തായി? കൺസ്യൂമർ ഇസ് കിങ് എന്നുള്ള മെന്റാലിറ്റിയിലേക്ക് നമ്മുടെ ബിസിനസ് മാറിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? കൺസ്യൂമർ കോൺഷ്യസ് ആണ്. ആസ് എ റിസൾട്ട് ബിസിനസ് നൗ ഫോളോ മോർ കസ്റ്റമേഴ്സ് ഫ്രണ്ട്ലി ആൻഡ് റെസ്പോൺസിബിൾ പോളിസീസ് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഫ്രണ്ട്ലി, കസ്റ്റമർ റെസ്പോൺസിബിളി പോളിസികളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ മൂന്നാമത് നമ്മളെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്ന ഘടകം ഏതാണ്? കൺസ്യൂമർ കോൺഷ്യസ്നെസ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നാലാമത് ശ്രദ്ധിച്ചോ, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സ്റ്റാൻഡേർഡ് ഫോർ ബിസിനസ്. അല്ലെ, നമ്മളെന്താ ബിസിനസ്സിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ നമുക്ക്? ഇതാ, ബിസിനസ്സസ് ആർ നോ ലോങ്ങർ സീ ഫോർ ജസ്റ്റ് പ്രോഫിറ്റ് മേക്കിംഗ് മെഷീൻ. ഓക്കെ, സൊസൈറ്റി നൗ എക്സ്പെക്ട് ദം ടു സെർവ് സോഷ്യൽ നീഡ്സ് അലോങ് വിത്ത് മേക്കിംഗ് മണി. റെഡി? എന്താ, പ്രോഫിറ്റ് ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക എന്നതിലുപരി സൊസൈറ്റി നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? സർവീസുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എ ബിസിനസ് കാൻ സക്സീഡ് ഇൻ ഐസൊലേഷൻ ഫ്രം സൊസൈറ്റി. അല്ലെ, സൊസൈറ്റിയിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട്, ഐസൊലേഷൻ, അല്ലെ, മാറി നിന്നുകൊണ്ട് നമുക്ക് എന്താ ബിസിനസ് സക്സസ് ആക്കാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ആക്ഷൻ ആർ ജഡ്ജഡ് ബേസ്ഡ് ഓൺ സോഷ്യൽ സ്റ്റാൻഡേർഡ് ആൻഡ് എക്സ്പെക്ടേഷൻ. സോ എന്താണ്, നമ്മളെപ്പോഴും പബ്ലിക് നമ്മളെ ജഡ്ജ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നിലനിന്ന് പോകണം. അല്ലെ, നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. സോ പബ്ലിക് നമ്മളെ ജഡ്ജ് ചെയ്യുന്നു, അല്ലെ, എന്താ, നമുക്കൊരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇത് നാലാമത്തെ ഐറ്റം. നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണം ചെയ്യാൻ വേണ്ടി നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന നാലാമത്തെ ഐറ്റം. അഞ്ചാമത്തെ ഐറ്റം ശ്രദ്ധിച്ചോ, ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ.
റെഡി? ബിസിനസ് എഡ്യൂക്കേഷൻ മാറിയിട്ടുണ്ട് അല്ലെ? ദാ ബിസിനസ് എഡ്യൂക്കേഷൻ നൗ ടീച്ച് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ എന്താണ്, പഴയ പോലെ ഒന്നല്ല, പ്രോപ്പർ ആയിട്ട് എന്താ ബിസിനസ് എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലെ? ഒരു ബിസിനസ് എന്തെല്ലാം ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെയൊക്കെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് മോർ പീപ്പിൾ ആർ അവെയർ ഓഫ് ദ സോഷ്യൽ റോൾ ഓഫ് ബിസിനസ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് ജനങ്ങൾക്ക് അറിയാം ഒരു സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ഒരു ബിസിനസ് എന്ത് ചെയ്യണം, ഒരു ബിസിനസ് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എന്താ ആർക്കറിയാം, ആളുകൾക്ക് അറിയാം. റെഡി അല്ലേ? സോ എഡ്യൂക്കേറ്റഡ് കൺസ്യൂമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആർ നൗ മോർ കൺസേൺഡ് അബൌട്ട് സോഷ്യൽ ഇഷ്യൂസ് ദാൻ ബിഫോർ. സോ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും, ബിസിനസ്സിലുള്ള ആളുകളായാലും പബ്ലിക്കിലുള്ള ആളുകളായാലും എല്ലാവർക്കും എന്തറിയാം, നമ്മുടെ സോഷ്യൽ ഇഷ്യൂസിനെ അറിയാം. ആ ഇഷ്യൂസിനെ ആര് ഡീൽ ചെയ്യേണ്ടതാണെന്നറിയാം. ബിസിനസ് ഡീൽ ചെയ്യേണ്ടതാണെങ്കിൽ അവർ ഡീൽ ചെയ്യേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവുണ്ട്. ഓക്കെ, സോ ബിസിനസ് എഡ്യൂക്കേഷൻ അല്ലെ, ബിസിനസിനെ കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട്. അതാണ് എന്തെന്ന് നമ്മളെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന 5ാമത്തെ ഐറ്റം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ 6ാമത്തെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് ബിസിനസ് ഇൻട്രസ്റ്റ്. അടുത്തെന്താ, സോഷ്യൽ ഇൻട്രസ്റ്റും ബിസിനസ് ഇൻട്രസ്റ്റും ആണ്. ശ്രദ്ധിച്ചോ, ബിസിനസ് നൗ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സോഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് ബിസിനസ് ഇൻട്രസ്റ്റസ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഉണ്ടല്ലോ, ബിസിനസ് ഇൻട്രസ്റ്റും സോഷ്യൽ ഇൻട്രസ്റ്റും എങ്ങനെ പോണ്ട ഐറ്റാ, കൈകോർത്ത് മുന്നോട്ട് പോണ്ട ഐറ്റമാണ് എന്നുള്ള തിരിച്ചറിവാണ്. ഓക്കെ, ഓ പറടാ, എന്താടാ സാറി, ഓക്കെ. ദ ഐഡിയ ഓഫ് ഗ്രോയിങ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് സൊസൈറ്റി ഈസ് ബീങ് റീപ്ലേസ്ഡ് ബൈ ദ ബിലീഫ് ദാറ്റ് സർവിങ് സൊസൈറ്റി ഹെൽപ്പ് ബിസിനസ്സസ് ഗ്രോ. അല്ലെ, എന്താണ് ദ ഐഡിയ അല്ലെ, നമുക്ക് എന്താ വളരാനുള്ള ഐഡിയ, ബിസിനസ് എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ വളരാനുള്ള ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിലീഫ് അല്ലെ, ദാറ്റ് റിസർവ് സൊസൈറ്റി ഹെൽപ്പ് അല്ലെ, ബിസിനസ് എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചെയ്യണം അല്ലെ, നമ്മളത് കാണിക്കണം. അല്ലെങ്കിൽ പബ്ലിക് എന്താ വിശ്വാസം ഉണ്ടാവണം ആ കാര്യം. ബിസിനസ് ഈസ് നൗ സീൻ ആസ് എൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ മോഡേൺ ആൻഡ് സിവിലൈസ്ഡ് സൊസൈറ്റി. സോ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഡെവലപ്പ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഓക്കെ, അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ബിസിനസ്സും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ഐറ്റമാണ് എന്നുള്ള തിരിച്ചറിവാണ് എന്തെന്ന് നമ്മുടെ 6ാമത്തെ ഐറ്റം, നമ്മളെ സോഷ്യൽ റെസ്പോൺസിബിൾ ആക്കാൻ വേണ്ടി നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന 6ാമത്തെ ഐറ്റം. ഓക്കെ, റെഡി, സെറ്റ്? അങ്ങനെയെങ്കിൽ ഇതാ ലാസ്റ്റ് ഐറ്റം, ഡെവലപ്മെന്റ് ഓഫ് പ്രൊഫഷണൽ മാനേജീരിയൽ ക്ലാസുകൾ. അടുത്തതാണ് എന്താ, പ്രൊഫഷണൽ മാനേജേഴ്സ് ട്രെയിൻഡ് ത്രൂ മോഡേൺ എഡ്യൂക്കേഷൻ ഹാവ് എ ബ്രോഡർ വ്യൂ ഓഫ് ബിസിനസ്. ഇപ്പം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെ, പ്രൊഫഷണൽ ആയിട്ടുള്ള നന്നായിട്ട് മോഡേൺ ട്രെയിനിങ് എഡ്യൂക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പഠിച്ച ആളുകളാണ് എന്തെന്ന് ഇപ്പം ബിസിനസ് ചെയ്യുന്നത് അല്ലെ. അൺലൈക്ക് ട്രഡീഷണൽ ഓണേഴ്സ് മാനേജേഴ്സ്, ദേ ഫോക്കസ് ഓൺ മീറ്റിംഗ് ദ നീഡ് ഓഫ് മെനി ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി, നോട്ട് ജസ്റ്റ് മേക്കിംഗ് പ്രോഫിറ്റ് അല്ലെ. പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഓണേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സിനേക്കാൾ ഓക്കെ സാർ കല്യാണം കഴിഞ്ഞോ, ഇല്ലടാ പോടാണ്. ഓക്കെ, അപ്പൊ എന്താ ട്രഡീഷണൽ ആയിട്ടുള്ള മാനേജേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഓണേഴ്സിനൊക്കെ എന്താണ് ഇപ്പോഴുള്ള പുതിയ ബിസിനസ് നടത്തുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ അല്ലെ, നന്നായിട്ട് പഠിച്ചിട്ടുള്ള റെഡി, അവർക്ക് എന്താ കൃത്യമായിട്ട് അറിയാം എന്തെന്ന്, മെനി ഗ്രൂപ്പ്സ് ഓഫ് സൊസൈറ്റി അല്ലെ, അവർക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസും കാര്യങ്ങളും ആർക്കറിയാം, പുതിയ ബിസിനസ് നടത്തുന്ന ആളുകൾക്കറിയാം. റെഡി, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മേക്കിംഗ് അല്ല എന്നുള്ളതും തിരിച്ചറിവ് ആർക്കുണ്ട്, ഇപ്പോൾ ഉള്ള മോഡേൺ മാനേജേഴ്സിനും ഓണേഴ്സിനും ഒക്കെ ഉണ്ട്. സോ ബിസിനസ്സസ് ഈസ് നൗ സീൻ ആസ് എ സോഷ്യോ എക്കണോമിക് ആക്ടിവിറ്റി. അതുകൊണ്ട് എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യോ എക്കണോമിക് ആക്ടിവിറ്റിയാണ്, നോട്ട് ജസ്റ്റ് എ വേ ടു ഏൺ പ്രോഫിറ്റ്. ആണല്ലോ, ഒരു പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു എന്താണ് വൺ വേ പ്രോസസ് അല്ല എന്തെന്ന് ബിസിനസ് എന്നുള്ള തിരിച്ചറിവ്. ഓക്കെ, വൈൽ പ്രോഫിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബിസിനസ് മസ്റ്റ് ഓൾസോ സെർവ് സൊസൈറ്റി ടു ജസ്റ്റിഫൈ ദർ എക്സിസ്റ്റൻസ് ആൻഡ് സക്സസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളാം. റെഡി അല്ലേ? അപ്പൊ ഈ 7 ഫാക്ടേഴ്സ് ആണ് എന്ത് മക്കളെ നമ്മുടെ
യെസ് നമ്മളെ ബിസിനസ്സിനെ എന്താക്കുന്നത് സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടെ മുന്നോട്ട് പോകാൻ ഫോഴ്സ് ചെയ്യുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾക്ക് ചെയ്യാൻ നമുക്ക് കാരണമായിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ റിയാലിറ്റി ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് കമ്പൽ ബിസിനസ് എന്റർപ്രണർ ടു ആക്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട പോയിന്റുകൾ ഈ 7 എണ്ണമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? യെസ്, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ഐറ്റത്തിലേക്ക് നമുക്ക് പോവാം. യെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് ആണ്. റെഡി? യെസ്, ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ. ഒരു ബിസിനസ് നിൽക്കുന്ന എൻവിറോൺമെന്റിലും ആ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തതിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു 4 ഇമ്പോർട്ടന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പുകളുണ്ട്, ആളുകൾ. ഇവരോട് ഒരു ബിസിനസ് ചെയ്യേണ്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ഐറ്റം യെസ്, സോങ് ഒക്കെ നമുക്ക് പാടാം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ഐറ്റം ശ്രദ്ധിച്ചോ, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഷെയർ ഹോൾഡേഴ്സ്. ഒന്നാമത്തെ ആൾക്കാർ ആരാ? ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനോട് എന്തെല്ലാം റെസ്പോൺസിബിലിറ്റി ഒരു ബിസിനസ്സിനുണ്ട്? ഒന്നാമത്തെ എന്താ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഓണേഴ്സിനോടുള്ള ഒന്നാമത്തെ എന്താണ് റെസ്പോൺസിബിലിറ്റി? എന്താ? ഗിവ് ഫെയർ റിട്ടേൺ, നല്ല പ്രോഫിറ്റ് കൊടുക്കുക അല്ലെ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്. പിന്നെയോ പ്രൊട്ടക്ട് ദർ മണി ഫ്രം ലോസ്, നാശനഷ്ടങ്ങളില്ലാതെ അവരെ പൈസ പ്രൊട്ടക്ട് ചെയ്യുക. അടുത്തെന്താ? ഷെയർ റെഗുലർ ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി അല്ലെ, കമ്പനിയെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കുക. ദെൻ ലാസ്റ്റ് എന്താ? ഇൻഫോം അബൌട്ട് ഫ്യൂച്ചർ പ്ലാനുകളും ഗ്രോത്തുകളൊക്കെ പ്രോപ്പറായിട്ട് ആരോട് പറയുക? ഇൻഫോം ചെയ്യുക, ഓണേഴ്സിനോട് ഇൻഫോം ചെയ്യുക. സിമ്പിൾ അല്ലേ? നമുക്കൊന്ന് ഊഹിച്ചാൽ കിട്ടൂലേ? അടുത്ത നോക്കിയോ, വർക്കേഴ്സിനോട് എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്കൊന്ന് ഊഹിച്ചാൽ കിട്ടുമല്ലോ. വർക്കേഴ്സിനോട് നമ്മൾ എന്തെല്ലാം റെസ്പോൺസിബിലിറ്റി ആയിരിക്കും കാണിക്കേണ്ടി വരിക? എന്തായിരിക്കും അല്ലെ? അവർക്ക് നല്ല രീതിക്ക് എന്താണ് സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക, സേഫ്റ്റി എൻവിറോൺമെന്റ് കൊടുക്കുക. നോക്കുക, ഒന്നാമത്തെ എന്താ? ഫെയർ വർക്ക് അല്ലെ, നല്ല ജോലി, അവരെ കഴിവിനനുസരിച്ച് അവരെന്താണ് എഡ്യൂക്കേഷനൊക്കെ അനുസരിച്ച് നല്ല ജോലി കൊടുക്കുക. പിന്നെയോ നല്ല ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക അല്ലെ, സേഫ് ആൻഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. പിന്നെയോ എലോ വർക്കേഴ്സ് ടു ഫോം യൂണിയൻ, ഒരു യൂണിയനൊക്കെ സെറ്റ് ചെയ്യാനുള്ള അവർക്ക് അവകാശമുണ്ട്, അത് നമ്മൾ എലോ ചെയ്യാം. പിന്നെയോ എൻഷുവർ ഫെയർ വേജസ് ആൻഡ് ഫെയർ ട്രീറ്റ്മെന്റ് അല്ലെ, അവർക്ക് എന്താ നല്ല വേജസും സാലറികളൊക്കെ കൊടുക്കുക. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ നോക്കിയോ, കൺസ്യൂമേഴ്സിനോട് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും, എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും ഒരു ബിസിനസ് കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ ചെയ്യേണ്ടി വരിക? സിമ്പിൾ അല്ലേ? ഊഹിച്ചു നോക്കാലോ. ഒന്നാമത്തെ എന്താ? പ്രൊവൈഡ് റൈറ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് അല്ലെ, കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന എന്താ? ക്വാണ്ടിറ്റിയിലായിരിക്കണം അല്ലെ ഗുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് ശ്രദ്ധിച്ചോ, ചാർജ് റീസണബിൾ പ്രൈസ് അല്ലെ, നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രം എന്ത് ചെയ്യുക ഓരോ പ്രൊഡക്റ്റിനും കൊടുക്കുക. അടുത്തെന്താ? അവോയ്ഡൻസ് ആൾട്രേഷൻ ആൻഡ് പുവർ ക്വാളിറ്റി അല്ലെ, പുവർ ക്വാളിറ്റി ഐറ്റം അല്ലെങ്കിൽ എന്താ ആൾട്രേഷൻ, ഈ മായം ചേർക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഒഴിവാക്കുക അല്ലെ. അടുത്ത് നോക്കിക്കോ, ഓഫർ ഗുഡ് സർവീസ് ആൻഡ് ബി പൊളൈറ്റ് അല്ലെ, നല്ല സർവീസ് കൊടുക്കുക, സത്യസന്ധരായിട്ട് നിൽക്കുക. ആരോട്? കസ്റ്റമേഴ്സിനോട്. പിന്നെയോ ഡു നോട്ട് യൂസ് ഫാൾസ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് അല്ലെ, എന്താണ് നമ്മളെ തെറ്റിക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കാൻ പാടില്ല. ദെൻ ലാസ്റ്റ് എന്താ? ഗിവ് കറക്റ്റ് ആൻഡ് ക്ലിയർ ഇൻഫർമേഷൻ അല്ലെ, കറക്റ്റ് ആൻഡ് ക്ലിയർ ഇൻഫർമേഷൻ അബൌട്ട് പ്രൊഡക്റ്റ് ആൻഡ് കമ്പനി. റെഡി? ബേസിക് പോയിന്റ്സ് അല്ലേ, അത്രയ്ക്കും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളല്ലേ, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അത്രയും എളുപ്പമാണ്. ഇതൊക്കെ ആ 4-5 മാർക്കിന് നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, ഇതൊക്കെ മക്കളെ എഴുതിയിട്ടില്ലെങ്കിൽ എന്താ? ഓക്കെ, അടുത്ത ശ്രദ്ധിച്ചോ, റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി അല്ലെ, ഗവൺമെന്റിനോടും കമ്മ്യൂണിറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ്? ഒന്നാമത്തേത് ഫോളോ ഓൾ ലോ ആൻഡ് റെഗുലേഷൻ, എല്ലാ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അടുത്തെന്താ? പേ ടാക്സസ് ഓണസ്റ്റ്ലി അല്ലെ, ടൈമിന് ടാക്സുകളൊക്കെ അടയ്ക്കുക. അടുത്ത് നോക്കിക്കോ, ആക്ട് ആസ് എ റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ സിറ്റിസൺ അല്ലെ, ഒരു എത്തിക്കൽ സിറ്റിസൺ ആയിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പെരുമാറുക. ഓക്കെ, നിലനിൽക്കുക. പ്രൊട്ടക്ട് ദ എൻവിറോൺമെന്റ് അല്ലെ, എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെയോ മെയിൻറ്റെയിൻ ഗുഡ് ഇമേജ് അല്ലെ, സൊസൈറ്റിയിൽ നല്ല ഇമേജ് ഉണ്ടാക്കുക. പിന്നെയോ ഇന്ററാക്ട് പോസിറ്റീവ്ലി വിത്ത് ഡിഫറെന്റ് കമ്മ്യൂണിറ്റി അല്ലെ, ഡിഫറെന്റ് കമ്മ്യൂണിറ്റി, എല്ലാ കമ്മ്യൂണിറ്റിയോടും എന്താണ് ഒരേപോലെ പോസിറ്റീവ്ലി നമ്മൾ എന്താക്കുക? ബിഹേവ് ചെയ്യുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സിമ്പിൾ പോയിന്റുകളല്ലേ മക്കളെ? സിമ്പിൾ പോയിന്റുകളല്ലേ?
അല്ലേ? യെസ്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ 4 കാര്യങ്ങൾ മക്കൾ ഓർത്ത് വെക്കുക. ഈ 4 ആളുകൾ അല്ലെ, ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, ഇവർ 4 ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനോട് എന്താണ് നമ്മുടെ ബിസിനസ് ചെയ്യുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം പഠിച്ച് വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ വരും, 4 മാർക്കിന് ചോദ്യം വരും. ഓക്കെ അല്ലേ? റെഡിയല്ലേ? റെഡിയല്ലേ? സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? അല്ലേ? അല്ലേ? ഓക്കെ. അങ്ങനെയെങ്കിൽ യെസ്, ദാ മക്കൾ ശ്രദ്ധിച്ചോ. അടുത്ത ഐറ്റം എൻവിറോൺമെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ബിസിനസ് ആൻഡ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അടുത്ത ഐറ്റം ബിസിനസ്സും എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, എൻവിറോൺമെന്റിലേക്ക് നമുക്കറിയാം, നമുക്ക് എന്താണ് നമ്മുടെ ചുറ്റുപാടിലും അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെന്റിനെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആക്കുന്നത് ആരാണ്? ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു ബിസിനസ്സാണ്. ആ കാര്യമാണ് നമ്മൾ പറയുന്നത്. എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എൻവിറോൺമെന്റ് ഇൻക്ലൂഡ് നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ? എന്തൊക്കെ? ലാൻഡ്, വാട്ടർ, എയർ, പ്ലാന്റ്, എനിമൽസ്, പിന്നെ അതുപോലെ തന്നെയോ മാൻ മെയ്ഡ് റിസോഴ്സസ് അല്ലെ? നമ്മൾ ഉണ്ടാക്കിയ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസും കൂടെ ഉൾപ്പെടുന്നു. ഇതൊക്കെ കൾച്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പീപ്പിൾ. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെട്ടതാണ് എന്തെന്ന് നമ്മുടെ എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ശ്രദ്ധിക്കണേ. ബിസിനസ് ആക്ടിവിറ്റി, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആർ കോസിങ് റാപ്പിഡ് എൻവിറോൺമെന്റൽ ഡാമേജ് ആൻഡ് പൊല്യൂഷൻ ഇൻ മെനി സിറ്റി. ഒരുവിധം എല്ലാ സിറ്റികളിലും ഏറ്റവും കൂടുതൽ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത് ആരാണ്? ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആണ്. പൊല്യൂഷൻ ഫ്രം ഇൻഡസ്ട്രിയൽ ഹാം എയർ, വാട്ടർ, ലാൻഡ്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് അതർ ലിവിങ് ബീങ്സ് എല്ലാത്തിനെയും എന്താക്കുന്നുണ്ട്? പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട് അല്ലേ? പൊല്യൂഷൻ ഓൾസോ വേസ്റ്റ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഡാമേജ് കൾച്ചറൽ ഹെറിറ്റേജസ്. ഹ്യൂമൻ റിസോഴ്സസിനെയും നമ്മുടെ എന്താണ് ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ എന്താക്കുന്ന ഐറ്റമാണ്? നശിപ്പിക്കുന്ന ഐറ്റമാണ് എന്തെന്ന്? ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ. എൻവിറോൺമെന്റ് ക്യാൻ ഓൺലി അബ്സോർബ് എ ലിമിറ്റ് എമൗണ്ട് ഓഫ് ഹാർംഫുൾ വേസ്റ്റ്. ഒരു ലിമിറ്റ് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആര് കൺട്രോൾ ചെയ്യും? നമ്മുടെ എൻവിറോൺമെന്റ് കൺട്രോൾ ചെയ്യും. പക്ഷെ അതിനപ്പുറത്തേക്ക് ടോക്സിക് വേസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ, ഈ ഫെർട്ടിലൈസേഴ്സും അതുപോലത്തെ വല്ല കെമിക്കൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ആയിരിക്കില്ല നമ്മുടെ എൻവിറോൺമെന്റിലില്ല. ബിസിനസ് ഫേസ് ചാലഞ്ച് ടു റെഡ്യൂസ് പൊല്യൂഷൻ ബൈ യൂസിങ് ബെറ്റർ ടെക്നോളജീസ്. എന്താണ്? എന്ത് ചെയ്യണം? ബിസിനസ് എന്ത് ചെയ്യണം? പൊല്യൂഷൻ കുറയ്ക്കാൻ അതിൻ്റെതായിട്ടുള്ള ബെറ്റർ ടെക്നോളജീസ് യൂസ് ചെയ്യണം അല്ലെ? പ്രൊട്ടക്ടിങ് ദ എൻവിറോൺമെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹെൽത്ത് ഓഫ് പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ്. കൺട്രോളിങ് പൊല്യൂഷൻ ഈസ് എസെൻഷ്യൽ ഫോർ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. സോ എന്താണ് ഈ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആരാണ്? ബിസിനസ് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആയിരിക്കേണ്ടതും ആര് തന്നെയാണ്? നമ്മുടെ ബിസിനസ് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്കിനി പഠിക്കാനുള്ളത് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള പൊല്യൂഷൻസിനെ കുറിച്ചാണ്. നിങ്ങൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യം, പരിസര പഠനത്തിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം, അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. 4 പൊല്യൂഷൻസിനെ കുറിച്ച്. ഓക്കെ, ഏതൊക്കെയാണ് ഡിഫറെന്റ് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ? ക്വസ്റ്റ്യൻ വരും, ജനറൽ ക്വസ്റ്റ്യൻ, അതങ്ങനെ ചോദിക്കും. പണ്ടേ നമ്മൾ പഠിക്കുന്ന കാര്യം. ഒന്നാമത്തേതാ എയർ പൊല്യൂഷൻ. എന്താ എയർ പൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ ഇതുപോലെ ബിസിനസിന്റെ ടെക്സ്റ്റ് വായിച്ച് പഠിക്കേണ്ട കാര്യമാണോ? ആണോ? നോക്കിക്കോ. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ദ റിസൾട്ട് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ലോവർ ദ എയർ ക്വാളിറ്റി അല്ലെ? എയറിന്റെ ക്വാളിറ്റിയെ കുറയ്ക്കുന്ന ആ ഒരു ആക്ടിവിറ്റി അതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു കാർബൺ മോണോക്സൈഡ്. ഏറ്റവും കൂടുതൽ എന്താ എയർ പൊല്യൂഷന് കാരണമാകുന്നത് എന്താണ്? കാർബൺ മോണോക്സൈഡ് ആണ് അല്ലെ? എമിറ്റഡ് ബൈ ഓട്ടോമൊബൈൽസ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു എയർ പൊല്യൂഷൻ അല്ലെ? ഓട്ടോമൊബൈൽസ് നിന്നും കെമിക്കൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ വരുന്ന ഇതുപോലുള്ള കാർബൺ മോണോക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ എന്തിനെ എഫക്ട് ചെയ്യുന്നത് മക്കളെ? air pollution. Okay, similarly, smoke and other chemicals from manufacturing plants polluted the air. Resultant air pollution has created a hole in the നമുക്കറിയാലോ ഇങ്ങനെ ഉണ്ടാവുന്ന എയർ പൊല്യൂഷൻ എന്തിൽ ഹോൾ ഉണ്ടാക്കുന്നു? ക്രിയേറ്റ് എ ഹോൾ ഇൻ ഓസോൺ അല്ലെ? ഓസോൺ ലെയറിൽ എന്തുണ്ടാക്കുന്നു? യെസ്, തുളകൾ ഇടുന്നു. നമ്മൾ പഠിച്ചല്ലേ അല്ലെ? യെസ്, ഓസോൺ ശോഷണം. ഓക്കെ, ലീഡിങ് ടു ഡേഞ്ചറസ് വാർമിംഗ് ഓഫ് ദ എർത്ത്. നമുക്കറിയാം അൾട്രാവയലറ്റ് രശ്മികൾ ഡയറക്റ്റ് ഭൂമിയിൽ പതിക്കുന്നു. ഓക്കെ, ഇതൊക്കെ എന്താ? കാർബൺ മോണോക്സൈഡ് മൂലം ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ കൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലമാണ്. എഴുതൂലേ? സിമ്പിൾ കാര്യല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത്?
എന്ത് വാട്ടർ പൊല്യൂഷൻ അല്ലെ, വാട്ടർ ബിക്കം പൊല്യൂട്ടഡ് പ്രിലിമിനറി ഫ്രം കെമിക്കൽ ആൻഡ് വേസ്റ്റ് ഡംപിങ്. വേസ്റ്റ് ഇടുന്നതും ഡംപിങ് ഒക്കെ കൊണ്ട് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വാട്ടർ പൊല്യൂഷൻ. ഫോർ ഇയേഴ്സ് ബിസിനസ് എന്റർപ്രൈസസ് ഹാവ് ബീൻ ഡംപിങ് വേസ്റ്റ് ഇൻ ടു റിവേഴ്സ് സ്ട്രീം ആൻഡ് ലേക്സ്. പണ്ടൊക്കെ എന്താണ്, പണ്ടത്തൊക്കെ ബിസിനസിന്റെ മെന്റാലിറ്റി എന്തായിരുന്നു അറിയോ, മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കാനുള്ള സ്ഥലമായിരുന്നു പുഴകൾ, തടാകങ്ങൾ എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, അങ്ങനെയല്ല അല്ലെ. ലിറ്റിൽ റിഗാർഡ് ഫോർ ദ കോൺസിക്വൻസസ് വാട്ടർ പൊല്യൂഷൻ ഹാവ് ലീഡ് ടു ദ ഡെത്ത് ഓഫ് സെവറൽ എനിമൽസ് ആൻഡ് പോസ്ഡ് എ സീരിയസ് ത്രെറ്റ് ടു ഹ്യൂമൻ ലൈഫ്. നമ്മുടെ ലൈഫിനും ഒരുപാട് എനിമൽസിനും ഒക്കെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് ഇത് വാട്ടർ പൊല്യൂഷൻ. ഓർത്ത് വെച്ചോളാം. ഓക്കെ, എഴുതൂല ഇതൊക്കെ വന്നാൽ. ലാൻഡ് പൊല്യൂഷൻ അറിയാലോ, എന്താ ലാൻഡ് പൊല്യൂഷൻ? ഡംപിങ് ഓഫ് ടോക്സിക് വേസ്റ്റസ് ഓൺ ലാൻഡ് has caused land pollution. This damages the quality of land, making it until for agriculture or plantation. ഉണ്ടല്ലോ, ഓവറായിട്ട് വേസ്റ്റുകൾ അല്ലെ, പ്ലാസ്റ്റിക്കുകൾ, കാര്യങ്ങൾ, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു, കെമിക്കൽസ് ഒക്കെ ഇടുന്നു. നമ്മളിപ്പോൾ ഈ ഇലക്ട്രിക് വണ്ടിയൊക്കെ വല്ലാതെ ഇൻക്രീസ് ആവുന്ന സമയമല്ലേ അതെ. യെസ്, അപ്പോൾ ഇലക്ട്രിക് വണ്ടി ഏറ്റവും അപകടമാണ്. എന്തെന്ന്, ഇലക്ട്രിക് വണ്ടിയുടെ ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, നല്ല രീതിക്ക് എന്താണ് നമ്മുടെ എൻവിറോൺമെന്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലെ. അതൊക്കെ എന്തിനാ, നമ്മുടെ ലാൻഡിന് ഒരുപാട് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അഗ്രികൾച്ചറിന്, പ്ലാന്റേഷനാ, മരങ്ങളും കാര്യങ്ങളും പുല്ല് പോലും മുളയ്ക്കാണ്ടായി പോകും. ഓക്കെ, യെസ്, അപ്പോൾ restoring the quality of the land that has already been damaged in a big problem. അപ്പോൾ എന്താണ്, നമുക്ക് എന്താ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം ഇഷ്യൂസ് എന്തിനുണ്ടാക്കുന്നു, നമ്മുടെ ലാൻഡിലേക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, റെഡി. ദെൻ അങ്ങനെയെങ്കിൽ നാലാമത്തെ എന്താ, നോയിസ് പൊല്യൂഷൻ, സൗണ്ട്, ശബ്ദ മലിനീകരണം അറിയാലോ അല്ലെ. നോയിസ് കോസ്ഡ് ബൈ റണ്ണിങ് ഓഫ് ഫാക്ടറീസ് ആൻഡ് വെഹിക്കിൾ ഈസ് നോട്ട് മിയർലി എ സോഴ്സ് ഓഫ് അനോയൻസ് ബട്ട് ഈസ് ഓൾസോ എ സീരിയസ് ഹെൽത്ത് ഹസാർഡ്. നമുക്കറിയാം വണ്ടിയിലെ അല്ലെ സൗണ്ട്, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഫാക്ടറികളിൽ നിന്നൊക്കെയുള്ള മെഷീൻസിന്റെ ഒക്കെ സൗണ്ട്, ഇതൊക്കെ നല്ല രീതിയിൽ എന്താണ് നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. നമ്മളെ അടിച്ചു പോവും, ശ്രദ്ധിക്കണല്ലേ, അടിച്ചു പോതാ. നോയിസ് പൊല്യൂഷൻ ക്യാൻ റെസ്പോൺസിബിൾ ഫോർ മെനി ഡിസീസസ് ലൈക്ക് ദ ലോസ് ഓഫ് ഹിയറിംഗ്, ചെവി അടിച്ചു പോവുക, ദ മാൽ ഫങ്ഷനിങ് ഓഫ് ദ ഹേർട്ട് ആൻഡ് മെന്റൽ ഡിസോർഡർ, പ്രാന്ത് വരെ ആയി പോകും, ഹാർട്ട് അറ്റാക്ക് വരിക. അതൊക്കെ എന്തിന് കാരണമാവും, നമ്മുടെ നോയിസ് പൊല്യൂഷൻസിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, നോയിസ് പൊല്യൂഷൻ കാരണമാക്കിയിട്ട് ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ അല്ലേ, +1 തന്നെയല്ലേ പഠിക്കുന്നതെന്നാ? അതെ അതെ, തോന്നും മക്കളെ, ഇത് ജനറൽ ആണ്. അതാ സാർ ആദ്യം പറഞ്ഞിട്ടുള്ളത്, ജനറൽ ടോപ്പിക്കുള്ള ചാപ്റ്ററുകളാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ എഴുതിക്കോളണം. റെഡി, സെറ്റ്. അപ്പൊ എന്താ, ഈ 4 മക്കൾ എന്ത് ചെയ്യുക, യെസ്, നമ്മുടെ എൻവിറോൺമെന്റിനെ കുറിച്ച് ഓർത്ത് വയ്ക്കുക. ഐ മീൻ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ ബേസിൽ യെസ് നമുക്ക് എന്താ ഒരു ബിസിനസ് ഉണ്ടാക്കി വെക്കുന്ന പൊല്യൂഷൻസ് ഒക്കെ ആയിട്ട് ഓർത്ത് വെക്കുക. യെസ്, അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ കാര്യമാണ്, റോൾ ഓഫ് ബിസിനസ്സസ് ഇൻ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ബിസിനസിന്റെ റോളുകൾ എന്താണ് മകനെ? കഴിഞ്ഞ ഓക്കെ, യെസ്. അപ്പൊ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനിൽ യെസ് എന്താണ് ഒരു ബിസിനസിന്റെ റോളുകൾ എന്തല്ല, അതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. സിമ്പിൾ പോയിന്റ് ആണ്, ഇതും സിമ്പിൾ പോയിന്റുകളാണ്. നോക്കി വെച്ചോളാം. ഒന്നാമത്തത്, കമ്മിറ്റ്മെന്റ് ഫ്രം ടോപ്പ് മാനേജ്മെന്റ് ടു പ്രൊട്ടക്ട് ദ എൻവിറോൺമെന്റ്. ഈ പോയിന്റ് തന്നെ വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്. യെസ്, മറ്റ് എത്തിക്സിന്റെ കേസിൽ നമുക്ക് ഈ സെയിം പോയിന്റുകൾ തന്നെ പഠിക്കാറുണ്ട്. അപ്പം ശ്രദ്ധിച്ചു വെച്ചോളാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ മതി. നോക്കിയേ ഒന്നാമത്തെ എന്താ, യെസ്, നമ്മുടെ എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഓക്കെ ബിസിനസിന്റെ റോളുകൾ എന്തെല്ലാം, ബിസിനസ്സുകൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താ, കമ്മിറ്റ്മെന്റ് ഫ്രം ടോപ്പ് മാനേജ് ടു പ്രൊട്ടക്ട് ദ എൻവിറോൺമെന്റ്. ആദ്യം ആരിറങ്ങണം, കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ്, ബിസിനസിന്റെ ടോപ്പ് മാനേജ്മെന്റിന് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഡിഫൈൻഡ് കമ്മിറ്റ്മെന്റ് ബൈ ടോപ്പ് മാനേജേഴ്സ് ഓഫ് ദി എന്റർപ്രൈസ് ടു ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ഡെവലപ്പ് വർക്ക് കൾച്ചർ ഫോർ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് പൊല്യൂഷൻ പ്രിവെൻഷൻ. അല്ലെ, ഒരു പൊല്യൂഷൻ അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആദ്യം എന്താണ് കമ്മിറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് ഇറങ്ങേണ്ടത് ഒരു ബിസിനസ്സിലെ ആരാണ്? ടോപ്പ് മാനേജേഴ്സ് ആണ്. അവരെ ഇറങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ റോള്. ഓക്കെ, റെഡി? യെസ്. അടുത്തെന്താ, ഇൻവോൾവ് ഓൾ എംപ്ലോയീസ് ഇൻ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അതിനുശേഷം ഒരു ബിസിനസ്സിലെ എല്ലാ എംപ്ലോയീസും എൻഷുറിംഗ് ദാറ്റ് കമ്മിറ്റ്മെന്റ് ടു എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഈസ് ഷെയർഡ് ത്രൂ ദ എന്റർപ്രൈസ് ബൈ ഓൾ ഡിവിഷൻ ഓഫ് ദ എംപ്ലോയി. അല്ലെ, ഒരു ബിസിനസ്സിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ലെവലിലുള്ള എംപ്ലോയീസും എന്തിലേക്ക് വരിക? യെസ്, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനിലേക്ക് ഇൻവോൾവ് ആകുക. സെക്കൻഡ് കാര്യം.
ഓക്കെ, തേർഡ് ശ്രദ്ധിച്ചോ, യൂസ് ഗുഡ് മെറ്റീരിയൽ, ബെറ്റർ ടെക്നോളജി ആൻഡ് ട്രെയിൻ എംപ്ലോയി. യെസ്, എന്താ ഒരു ബിസിനസ് എന്തൊക്കെ യൂസ് ചെയ്യുക? നല്ല മെറ്റീരിയൽ യൂസ് ചെയ്യുക, നല്ല ടെക്നോളജി യൂസ് ചെയ്യുക, നല്ല എംപ്ലോയീസിനെ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം അല്ലെ, പൊല്യൂട്ടഡ് ആവും. ഓക്കെ, ഡെവലപ്പിംഗ് ക്ലിയർ കട്ട് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പർച്ചേസിങ് ഗുഡ് ക്വാളിറ്റി റോ മെറ്റീരിയൽ. നല്ല ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് വാങ്ങുക. എംപ്ലോയിങ് സുപ്പീരിയർ ടെക്നോളജി അല്ലെ, നല്ല എന്താണ് ടെക്നോളജീസ് അല്ലെങ്കിൽ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ യൂസ് ചെയ്യുക. യൂസിങ് സയന്റിഫിക് ടെക്നിക് ഫോർ ഡിസ്പോസൽ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് അല്ലെ, വേസ്റ്റ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ എന്താ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയി സ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് പൊല്യൂഷൻ കൺട്രോൾ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താ പൊല്യൂഷൻ കൺട്രോളിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബിസിനസ് ചെയ്തോളുക. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ അടുത്തെന്താ, ഫോളോ ഗവൺമെന്റ് ലോ ആൻഡ് റൂൾസ് ടു പ്രിവെന്റ് പൊല്യൂഷൻ. പിന്നെ എന്ത് ചെയ്യാം, ഗവൺമെന്റ് ലോകൾ ഉണ്ടാകുമല്ലോ, റെഗുലേഷൻസ് ഉണ്ടാകുമല്ലോ അല്ലെ, എന്തെന്നാ നമ്മുടെ ഈ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള കുറെ റൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. സാർ ഫുഡ് കഴിച്ചോ? ഇല്ലടാ, ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. ഓക്കെ, അപ്പം ഗവൺമെന്റ് എന്താണ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലോകളും കാര്യങ്ങളും ഗവൺമെന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റെഗുലേഷൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ കംപ്ലൈയിങ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ ഇനാക്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ അല്ലെ, ഗവൺമെന്റ് നമ്മുടെ ബിസിനസ് ചെയ്യേണ്ട അടുത്ത കാര്യം. നാലാമത്തെ കാര്യം എന്താ, അഞ്ചെന്താ, ടേക്ക് പാർട്ട് ഇൻ ഗവൺമെന്റ് പ്രോഗ്രാം ഫോർ പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് എൻവിറോൺമെന്റൽ കെയർ. അടുത്തെന്താ, ഗവൺമെന്റ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ പാർട്ടാകുക. ആര്? നമ്മുടെ ബിസിനസ്. പാർട്ടിസിപ്പേഷൻ ഇൻ ഗവൺമെന്റ് പ്രോഗ്രാംസ് റിലേറ്റിംഗ് ടു മാനേജ്മെന്റ് ഓഫ് ഹസാർഡിയസ് സബ്സ്റ്റാൻസസ്, ക്ലിയറിംഗ് അപ്പ് ദ പൊല്യൂട്ടഡ് റിവേഴ്സ്. ഉണ്ടല്ലോ, യെസ്, നമ്മളെന്താണ് മലിനമായി കിടക്കുന്ന റിവറുകളൊക്കെ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ പ്ലാന്റേഷൻ അല്ലെ, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ആൻഡ് ചെക്കിങ് ഡീഫോറസ്റ്റേഷൻ അല്ലെ, നല്ല മരം വെട്ടുന്നതൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെ ഗവൺമെന്റ് ഫോളോ ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഉണ്ടാകുമല്ലോ, അതിലൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ബിസിനസ്സും എന്ത് ചെയ്യുക, ഇൻവോൾവ് ആവുക. അഞ്ചാമത്തെ റോൾ, ബിസിനസ് ചെയ്യേണ്ട കാര്യം. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയെങ്കിൽ ആറാമത്തെ ശ്രദ്ധിച്ചോ, റെഗുലർലി റിവ്യൂ പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാം ഫോർ ഇംപ്രൂവ്മെന്റ്. റെഡി? പിന്നെന്ത് ചെയ്യുക, നമ്മുടെ ബിസിനസ്സിൽ എന്തുണ്ടാവണം, റെഗുലർ ആയിട്ട് റിവ്യൂ ചെയ്യണം. നമ്മുടെ എന്താണ് പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാമുകൾ പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്താക്കണം, യെസ്, റിവ്യൂ ചെയ്യണം. പീരിയോഡിക്കൽ അസസ്മെന്റ് ഓഫ് പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാം ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് സോ ആസ് ടു ഇൻക്രീസ് ദ പ്രോഗ്രാം വിത്ത് റെസ്പെക്ട് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെ, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി അല്ലെ, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, യെസ്, വീക്കിലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ റെഗുലർലി എന്ത് ചെയ്യണം, യെസ്, റിവ്യൂ ചെയ്യണം. നമ്മൾ നന്നായിട്ട് തന്നെ പൊല്യൂഷൻ കൺട്രോൾ ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ആറാമത്തെ കാര്യം, ദ ലാസ്റ്റ് എന്താ, എഡ്യൂക്കേറ്റ് ആൻഡ് ഇൻവോൾവ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ പൊല്യൂഷൻ കൺട്രോൾ. യെസ്, ഒരു ബിസിനസിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ, ആരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, കൺസ്യൂമേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, യെസ്, കൺസ്യൂമേഴ്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, സപ്ലയേഴ്സ്, ഡീലേഴ്സ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവല്ലോ. അവരെ എന്താ പറയാ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ പൊല്യൂഷൻ കൺട്രോളിലേക്ക് ഇൻവോൾവ് ആക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ എംപ്ലോയീസിനെയും ടോപ്പ് മാനേജ്മെന്റ് ഒക്കെ കമ്മിറ്റഡ് ആണോ, അതിന്റെ കൂടെ എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അറേഞ്ചിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ് ആൻഡ് ട്രെയിൻഡ് മെറ്റീരിയൽ ടു ഷെയർ ടെക്നിക്കൽ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് സപ്ലയേഴ്സ്, ഡീലേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ടു ഗെറ്റ് ദം ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാം. റെഡി? അപ്പോൾ അതുപോലത്തെ കസ്റ്റമേഴ്സിനാ, അതുപോലെ തന്നെ ഡീലേഴ്സിനാ, ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ നമ്മൾ എന്താ വേണ്ട രീതിയിൽ വർക്ക്ഷോപ്പ് അല്ലെ, പൊല്യൂഷൻ കൺട്രോളിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ് ഒക്കെ കൊടുത്തുകൊണ്ട് യെസ്, അവർക്കും കൂടെ എന്ത് മനസ്സിലാക്കി കൊടുക്കുക, പൊല്യൂഷൻ കൺട്രോളിന്റെ നീഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെയും കൂടെ എന്തിൽ ഉൾപ്പെടുത്തുക, യെസ്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പോയിന്റുകളാണ് എന്തെന്ന്, യെസ്, ഒരു പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടി നമ്മുടെ ബിസിനസ് ചെയ്യേണ്ട പോയിന്റ്സ് അല്ലെ, ബിസിനസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത് ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. സെക്കൻഡ് എന്താണ്, എല്ലാ എംപ്ലോയീസിനെയും ഇതിൽ ഉൾപ്പെടുത്തണം. തേർഡ് എന്തെന്നാ, യെസ്, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, അതുപോലെ തന്നെ നല്ല ബെറ്റർ മെറ്റീരിയൽ യൂസ് ചെയ്യുക, ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് നടത്തുക. പിന്നെന്താ, യെസ്, ഗവൺമെന്റിന്റെ റൂളുകളും കാര്യങ്ങളും പ്രോപ്പറായി ഫോളോ ചെയ്യുക. പിന്നെയോ ഗവൺമെന്റിന്റെ കൂടെ ഗവൺമെന്റ് നടത്തുന്ന പ്രോഗ്രാമുകളിൽ യെസ് എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെന്താ, നല്ല എന്താണ്, യെസ്, റെഗുലർ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളും നമ്മൾ ചെയ്യുക. ദെൻ ലാസ്റ്റ് എന്തെന്നാ, യെസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യുക. സെറ്റ് അല്ലേ?
സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളാം. അപ്പോൾ ഇവിടെ വരെയാണ് എന്തെന്ന് നമുക്ക് പഠിക്കാനുള്ളത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താ നമ്മൾ പറഞ്ഞു, ആർഗ്യുമെന്റ്സും എഗെയിൻസ്റ്റും നമ്മൾ പറഞ്ഞു. റെഡി? പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്ത് കൊടുക്കേണ്ട 4 ഇൻട്രസ്റ്റഡ് ടീംസ് പറഞ്ഞു. അവരോട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. ദെൻ ലാസ്റ്റ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെ, എന്തൊക്കെ പറഞ്ഞു നമ്മൾ, പൊല്യൂഷൻ, 4 പൊല്യൂഷൻസ് ഏതൊക്കെയെന്ന് പറഞ്ഞു. ഈ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടി എന്താണ് ബിസിനസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും നമ്മൾ പറഞ്ഞു. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് പാർട്ട് ഈസ് എത്തിക്സ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർത്ത് വെച്ചോളാ, പഠിച്ചു വെച്ചോളാ. ഇനി ലാസ്റ്റത്തത് എത്തിക്സ് ആണ്. ഓക്കെ, എത്തിക്സ് ആണ്. മക്കളെ സാറിനറിയാം, സാറ് പാട്ട് പാടുന്നില്ല, മക്കളെ കമന്റ് അധികം നോക്കുന്നില്ല, ഒന്നും വായിക്കുന്നില്ല, കൂടുതൽ ഡയലോഗോ കാര്യങ്ങളോ ഒന്നും അടിക്കുന്നില്ല. മനഃപൂർവ്വമാണ്. ഓക്കെ, പഠിക്കുക, നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, മാക്സിമം എന്താണ് കുറച്ച് സമയം കൊണ്ട് മകൾക്ക് ക്ലാസ് സാർ പെട്ടെന്ന് തീർത്ത് തരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും സാർ പറയുന്നുണ്ട്, ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പഠിക്കുക. റെഡി? നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാനില്ല, ടൈം പോക്കാനില്ല. റെഡി? അടുത്തത് എന്താണ്? എത്തിക്സ് ആണ്. ശ്രദ്ധിച്ചോളാം. എത്തിക്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു പോയിന്റുകൾ ഓർത്ത് വെച്ചോളാം. എന്താണ് എത്തിക്സ്? യെസ്, എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള എത്തോസ് എന്നുള്ള വേർഡ്. ഓക്കെ, എത്തോസ് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എത്തിക്സ് എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീക്കിൽ എത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ അല്ലെങ്കിൽ എന്താണ് സെന്റിമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി എന്നൊക്കെയാണ് മീനിങ്. ഓർത്ത് വെക്കുക. അപ്പം എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്സ് മീൻസ് നോയിങ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ആൻഡ് ചൂസിങ് ടു ഡു ദ റൈറ്റ് തിങ് അല്ലെ. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് റൈറ്റ്, എന്താണ് റോങ് എന്ന് തിരിച്ചറിയുകയും അതിൽ റൈറ്റ് കാര്യം നമ്മൾ ചൂസ് ചെയ്യുകയും ചെയ്യുക. അതാണ് എന്തെന്ന് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് അബൌട്ട് ബിഹേവിയർ, ബീങ് ഹോണസ്റ്റ്, ഫെയർ ആൻഡ് റെസ്പെക്ട്ഫുൾ ടു അതേഴ്സ് ഇൻ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് അല്ലെ. നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായാലും നമ്മുടെ ഗുഡ് ബിഹേവിയർ അല്ലെങ്കിൽ നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കുക, എത്രത്തോളം ഫെയർ ആയിരിക്കുന്നു മറ്റൊരു വ്യക്തിയോട് എന്നുള്ളതാണ് എന്തെന്ന് എത്തിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റെഡി? അപ്പം എത്തിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് പഠിക്കേണ്ട എന്താണ് ബിസിനസ് എത്തിക്സ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ബിസിനസ് എത്തിക്സ് എന്നുള്ളതാണ്. റെഡി? അപ്പൊ ശ്രദ്ധിച്ചോ, ബിസിനസ് എത്തിക്സ് മീൻസ് എന്താ? മോറൽ പ്രിൻസിപ്പിൾ ആൻഡ് വാല്യൂ ദാറ്റ് ഗൈഡ് ദ ബിഹേവിയർ ഓഫ് എ ബിസിനസ് ആൻഡ് ദ പീപ്പിൾ ഇൻ ഇറ്റ് അല്ലെ. ഒരു ബിസിനസ്സിനെയും ആ ബിസിനസ്സിനുള്ള ആളുകളെയും എങ്ങനെ മോറലി അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്ന, സത്യസന്ധമായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ, അതിനെ നമ്മൾ എന്ത് പറയാ? യെസ്, ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. ഇറ്റ് ഹെൽപ്പ് ബിസിനസ് ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് ഇൻ ദെയർ ആക്ഷൻ അല്ലെ. ഒരു ബിസിനസിന്റെ ആക്ഷനിൽ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ അവരെ സഹായിക്കുന്ന ഐറ്റത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിസിനസ് എത്തിക്സ് എന്ന് പറയാൻ പറ്റും. സെറ്റ് അല്ലേ? ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ബിസിനസ് എത്തിക്സ് എന്ത് എന്നൊക്കെ ഉള്ള ചിലപ്പോൾ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇത് മാത്രമല്ല, എന്താണ് ഈ എത്തിക്സ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സാർ പറഞ്ഞില്ലേ, എത്തോസ് എന്ന വാക്ക്, അതൊക്കെ ഉൾപ്പെടുത്തി എഴുതാൻ ശ്രമിക്കുക ഒരു പാരഗ്രാഫ്. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഈ ഒരു കാര്യമാണ്, കീ പോയിന്റ്സ്. നോക്കിക്കോ മക്കൾ, ഓർത്ത് വെക്കേണ്ട കീ പോയിന്റ്സ് ശ്രദ്ധിച്ചോ. അതാ ബിസിനസ് എത്തിക്സ് ഈസ് അബൌട്ട് ഡൂയിങ് ബിസിനസ് ഇൻ എ ഫെയർ, ഹോണസ്റ്റ് ആൻഡ് റെസ്പോൺസിബിൾ വേ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫെയർ ആയിട്ട്, ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ റെസ്പോൺസിബിൾ ആയിട്ട് ബിസിനസ് ചെയ്യുക. ഇനിയോ ഇറ്റ് ഇൻവോൾവ് ട്രീറ്റിംഗ് കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലൈസ് ആൻഡ് സൊസൈറ്റി വിത്ത് റെസ്പെക്ട് അല്ലെ. എന്തും നമുക്ക് പറയാം, കസ്റ്റമേഴ്സിനാ, എംപ്ലോയീസിനാ, സപ്ലൈസിനൊക്കെ എന്താ റെസ്പെക്ട്ലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് പറയാം? ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. അടുത്തെന്താ? എത്തിക്സ് ബിസിനസ് ഫോളോ ലോ, അവോയ്ഡ് ചീറ്റിംഗ്, കെയർ അബൌട്ട് ദ എൻവിറോൺമെന്റ് ആൻഡ് പീപ്പിൾ അല്ലെ. നമ്മളെന്താ ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അല്ലെ, അവോയ്ഡ് ചീറ്റിങ്. പിന്നെ നന്നായിട്ട് പബ്ലിക്കിനെ കെയർ ചെയ്ത് മുന്നോട്ട് പോവുക. അതെന്താണ്? എത്തിക്സ് ആണ്. ഓക്കെ, ഇറ്റ് ലിങ്ക് പേഴ്സണൽ പ്രോഫിറ്റ് വിത്ത് സോഷ്യൽ ഗുഡ്സ്. യെസ്, എത്തിക്സ് എന്തിനാ ലിങ്ക് ചെയ്യുന്നു? നമ്മളെ പേഴ്സണൽ പ്രോഫിറ്റ്, ഒരു ബിസിനസിന്റെ പേഴ്സണൽ പ്രോഫിറ്റിനെയും സൊസൈറ്റിക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നതിനെയും കൂടെ ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓർത്തോളുക.
ഓക്കെ അല്ലേ? ഇത്രയും പോയിന്റ് ആണ് ബിസിനസ് എത്തിക്സ് എന്ത് എന്നുള്ളതിൽ മക്കൾ എഴുതേണ്ടത്. റെഡി? അങ്ങനെയെങ്കിൽ ഇതാ ലാസ്റ്റിലേക്ക് നമുക്ക് പോവാം. എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിന്റെ എലമെന്റ്സ് എന്തെല്ലാം? ഓക്കെ, എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിന്റെ എലമെന്റ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ ഇവിടെ റിപ്പീറ്റ് ആവുകയാണ്. ഒന്നാമത്തെ നോക്കിയേ, ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ്. നോക്കിയോ, ടോപ്പ് മാനേജ്മെന്റ് ഹാസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഗൈഡിങ് എൻറ്റയർ ഓർഗനൈസേഷൻ towards ethically upright behavior. To achieve result, the chief executive officer and other higher level managers need to be openly and strongly committed to ethical conduct. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് ബിസിനസിന്റെ റോള് പറഞ്ഞു. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞെന്താ? ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റാ. ഇവിടെ എത്തിക്കിന്റെ കേസിലും എത്തിക്സിന്റെ കേസിലും ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? എലമെന്റ്സ്. ആദ്യത്തെ എലമെന്റ് എന്താ? ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ, ടോപ്പ് മാനേജ്മെന്റ് അറിയാലോ അല്ലെ? നമ്മുടെ സിഇഒമാരും അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ മാനേജേഴ്സ്മാരും ഒക്കെ എന്തിൽ ഇൻവോൾവ് ആയിരിക്കണം? നമ്മുടെ എത്തിക്സിന്റെ അല്ലെങ്കിൽ എന്താ എത്തിക്കലി അവരൊക്കെ എന്താക്കണം? സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അവരാണ് എന്ത് ചെയ്യേണ്ടത്? മറ്റ് എംപ്ലോയീസിനൊക്കെ എന്താക്കേണ്ടത്? ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കേണ്ടത് അല്ലെ? അവരെന്താ വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് എന്താക്കേണ്ടത്? മറ്റെല്ലാ ആളുകളെയും ഇവിടെ എത്തിക്കേണ്ടത്. സോ ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ് ആണ് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത്. ആദ്യത്തെ എലമെന്റ് എന്തിന്റെ? നമ്മുടെ ബിസിനസ് എത്തിക്സിന്റെ. അങ്ങനെയെങ്കിൽ സെക്കൻഡ് എന്താ? പബ്ലിക്കേഷൻ ഓഫ് എ കോഡ്. അടുത്ത നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ അടുത്ത എലമെന്റ് എന്താ? കോഡ്. ഒരു കോഡ് പബ്ലിക് ചെയ്യുക. എന്താണ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, ശ്രദ്ധിച്ചോ. Enterprises with effective ethics program do define the principle of conduct of the whole organization in the form of written document which is referred to as the code എന്നാണ്. എന്താ പറയുന്നത്? കോഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓക്കെ ശരി എന്നാ. ഓക്കെ റെഡി? അപ്പോ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ? എത്തിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അത് നമ്മൾ എന്താക്കുന്നു? ഒരു റിട്ടേൺ എഗ്രിമെന്റ് ആക്കി, ഓക്കെ, റിട്ടേൺ ഡോക്യുമെന്റ് ആക്കി നമ്മൾ എഴുതുകയും അതെന്ത് ചെയ്യുന്നു? എഴുതി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അത് പബ്ലിഷ് ചെയ്യുക. അതിനെ നമ്മൾ എന്താ ചെയ്യുക? ഒരു കോഡ് എന്ന് പറയുക. സോ നമ്മൾ അങ്ങനെ പബ്ലിഷ് ചെയ്തിരിക്കണം എന്നാണ്. Okay, these generally cover areas such as fundamental honesty and adherence to laws. അപ്പോൾ ഇതിൽ എന്തെല്ലാം ഇൻവോൾവ് ആയിരിക്കണം നോക്കിയതാ? പ്രൊഡക്റ്റ് സേഫ്റ്റി ഉണ്ടല്ലോ, പ്രൊഡക്റ്റിന് സേഫ്റ്റി വേണം, അതിന്റെ ക്വാളിറ്റി വേണം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻ ദ വർക്ക് പ്ലേസ് അല്ലെ? നമ്മുടെ വർക്ക് പ്ലേസിലെ ഹെൽത്തും സേഫ്റ്റിയും കാര്യങ്ങളും വേണം. ദെൻ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റഡ് എംപ്ലോയീസിന് പ്രാക്ടീസ് അല്ലെ? എംപ്ലോയീസിന്റെ അവരുടെ പ്രാക്ടീസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ഫെയർനെസ് ഇൻ ദ സെല്ലിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് പ്രാക്ടീസസ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനും മാർക്കറ്റിങ്ങിലും തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഒരു ബിസിനസ് ഫോളോ ചെയ്യേണ്ട എത്തിക്കൽ കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളത് റിട്ടേൺ ആക്കി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിനെ എന്ത് പറയാം? പബ്ലിക്കേഷൻ ഓഫ് കോഡ് എന്ന് പറയാം. സെക്കൻഡ് ഐറ്റാണ്. ഓക്കെ, രണ്ടാമത്തെ എത്തിക്സിന്റെ എലമെന്റ് ആണ്. ഓക്കെ അല്ലേ? ഒന്നുമില്ല, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താക്കുക? ഡോക്യുമെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ തേർഡ് ശ്രദ്ധിച്ചോ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കംപ്ലയൻസ് മെക്കാനിസം. എന്താണ് കംപ്ലയൻസ് മെക്കാനിസം? നമുക്കറിയാം, റിവ്യൂ ചെയ്യുക. നമ്മൾ നേരത്തെ എന്താ എവിടെയാ പൊല്യൂഷൻ കൺട്രോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെയിം സാധനം. ഓക്കെ സാർ, ഒന്ന് കമന്റ് വായിച്ചു പോരെ? ഓക്കെ, എന്താ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കംപ്ലയൻസ് മെക്കാനിസം. നമ്മൾ എന്തൊരു മെക്കാനിസം സെറ്റ് ചെയ്യുക അല്ലെ? നമുക്ക് ഈ ഒരു എത്തിക്കൽ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ടാണോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്താ ഒരു റിവ്യൂ മെക്കാനിസം വെക്കുക. അതാണ് to make the sure employee follow company's ethics rule business setup compliance system. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കംപ്ലയൻസ് സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് ഈ കംപ്ലയൻസ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കേണ്ടത് നോക്കിയോ? ഹയറിംഗ് പീപ്പിൾ ഹു റെസ്പെക്ട് വാല്യൂ ആൻഡ് എത്തിക്സ് ആണല്ലോ. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഹയർ ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയായിരിക്കണം? എത്തിക്സ് വാല്യൂസിനൊക്കെ എന്താണ്? റെസ്പെക്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം. അടുത്തെന്താ? ഗിവ് ട്രെയിനിങ് ഇൻ എത്തിക്കൽ ബിഹേവിയർ. പിന്നെ എന്ത് വേണം? നമ്മുടെ എംപ്ലോയീസിന് ഫുള്ള് എത്തിക്കൽ ബിഹേവിയറിന് ട്രെയിനിങ് കൊടുക്കണം. പിന്നെയോ റെഗുലർലി നമ്മൾ എന്ത് ചെക്ക് ചെയ്തിരിക്കണം? റൂൾ ബീങ് ഫോളോഡ്. നമ്മളെ എത്തിക്കൽ റൂളുകളും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം?
ചെക്ക് ചെയ്തിരിക്കണം. പിന്നെയോ ക്രിയേറ്റിംഗ് വേ ഫോർ എംപ്ലോയീസ് ടു റിപ്പോർട്ട് അൺഎത്തിക്കൽ ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. പിന്നെന്താ, ദി സ്റ്റെപ്പ് ഹെൽപ്പ് കീപ് കമ്പനി ഹോണസ്റ്റ് ആൻഡ് റെസ്പോൺസിബിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തിക്കലി തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. സോ ഒരു കംപ്ലയൻസ് മെക്കാനിസം, ഓക്കെ, ഇതിങ്ങനെ ഫോളോ ചെയ്ത് പോകാനുള്ള ഒരു മെക്കാനിസം നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ എത്തിക്സിന്റെ എലമെന്റ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നാലാമത്തെ നോക്കിയോ, ഇൻവോൾവിങ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽ. നമ്മൾ പറഞ്ഞു ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ടാകുക, യെസ്, എല്ലാ എംപ്ലോയീസിനെയും ഇൻവോൾവ് ചെയ്യുക. അതേ പോയിന്റ് നമ്മൾ എവിടെയും നമ്മുടെ പൊല്യൂഷൻ കൺട്രോളിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എല്ലാ എംപ്ലോയീസിനും എന്ത് ചെയ്യുക, ഇൻവോൾവ് ചെയ്യിക്കുക. It is the employees at a different level who implement ethics policy to make ethical business a reality. Therefore, their involvement in ethical program become a must. For example, small group of employees, നമ്മളെ ബിസിനസ്സിൽ ഏറ്റവും സ്മോൾ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയി, ഏറ്റവും താഴേക്കിടയിലുള്ള എംപ്ലോയീസിനെ ആണെങ്കിലും ക്യാൻ ബി ഫോംഡ് ടു ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് എത്തിക്സ് പോളിസി ഓഫ് ഫേം ആൻഡ് എക്സാമിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ എംപ്ലോയീസ് ടുവേർഡ്സ് ദീസ് പോളിസി. അവരെയും കൂടെ എന്ത് ചെയ്യുക, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എത്തിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. അവരെയും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലേ. നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യണം, ഈ കാര്യങ്ങൾ ചെയ്യണം, ഈ കാര്യം ചെയ്യാൻ പാടില്ല എന്നത് എത്തിക്സിൻ്റെ വാല്യൂ പ്രോപ്പറായി പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ എംപ്ലോയീസിനെയും ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ് നാലാമത്തെ എത്തിക്സിന്റെ എലമെന്റ്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ ശ്രദ്ധിച്ചോ, മെഷറിങ് റിസൾട്ട്. പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ റിസൾട്ട് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. നോക്കിയേ, എന്താ, യെസ്, ഓൾദോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അക്യുറേറ്റ്ലി മെഷർ ദ എൻഡ് റിസൾട്ട് ഓഫ് എത്തിക്കൽ പ്രോഗ്രാം, ദ ഫേം ക്യാൻ സർട്ടൻലി ഓഡിറ്റ് ടു മോണിറ്റർ കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കംപ്ലയൻസ് സിസ്റ്റം അല്ലെ, നമ്മളെ റിവ്യൂ സിസ്റ്റം ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ടാണോ എത്തിക്കൽ പ്രോഗ്രാമുകൾ ചെയ്യുന്നത് എന്നുള്ള റിവ്യൂ സിസ്റ്റം, അത് പ്രോപ്പറായിട്ട് നോക്കിക്കൊണ്ട് നമ്മുടെ റിസൾട്ട് എന്ത് എന്നുള്ളത് മനസ്സിലാക്കുകയും ദ ടോപ്പ് മാനേജേഴ്സ് team and other employees should then discuss the result for further course of action. എന്നിട്ടോ ആ റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് മാനേജ്മെന്റും അവരുടെ ടീമും മറ്റോരോ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസും എല്ലാവരും കൂടി ഇരുന്ന് കൊണ്ട് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം എന്തെന്ന്, നമ്മുടെ എത്തിക്കൽ ആക്ടിവിറ്റി. എന്നിട്ടോ ഫർദർ ആക്ഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ അത് കണ്ടെത്തുകയും അത് ചെയ്യുകയും വേണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ ഇത്രയുമാണ് എന്തെന്ന് നമ്മുടെ എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സില് യെസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ. സെറ്റാണോ മക്കളെ? സെറ്റാണോ? റെഡി? അങ്ങനെയെങ്കിൽ മക്കൾ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. മക്കള് ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. റെഡി? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നന്നായിട്ട് പഠിക്കാതെ നിങ്ങൾ ഈ ചാപ്റ്റർ എക്സാമിന് പോകണ്ട. 6 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ അധികവും ചോദിക്കുക. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പ്രോപ്പറായിട്ട് പഠിക്കുക, പോയിന്റുകൾ ഓർത്ത് വെക്കുക. അറിയാലോ, ടൈം ഒട്ടുമില്ല നമുക്ക്. +1 ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ എടുത്ത് നോക്കിയാൽ കാണാം, ഒരൊറ്റ ദിവസവും എക്സാം തുടങ്ങിയാൽ നിങ്ങൾക്ക് ഗ്യാപ്പില്ല. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാൻ മാത്രം 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്, മറ്റൊരു എക്സാമിനും നിങ്ങൾക്ക് ഗ്യാപ്പില്ല. സോ ഇപ്പോഴേ പ്രോപ്പറായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പോയിട്ടില്ലെങ്കിൽ എക്സാം തുടങ്ങുന്നതിന് മുൻപേ നമ്മുടെ മെയിൻ സബ്ജക്റ്റുകളെല്ലാം പഠിച്ച് തീർത്ത് റിവിഷനും കൂടെ മക്കൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റൂല കേട്ടോ മക്കളെ. സോ മനസ്സിലാക്കിക്കോളുക, സീരിയസ് ആയിട്ട് കാണുക. ടൈമൊക്കെ കഴിഞ്ഞു, കളിക്കേണ്ടതും ചിരിച്ച് കളിച്ച് നടക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞു. സീരിയസ് ആയിട്ട് സമയം സെറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോവുക. അതിൻ്റെ ടൈമാണ് ഇപ്പോൾ. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മക്കൾ പഠിക്കേണ്ടത്. അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക, സെറ്റാക്കുക. ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് മക്കൾ എഴുതുക.
ഓക്കെ, നല്ല മാർക്ക് മക്കൾക്ക് കിട്ടും. ഇനി റെഡി റെഡി. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞൊന്നും മറക്കണ്ട, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ക്രിസ്മസ് എക്സാം പോലെയല്ല നമുക്ക് പബ്ലിക് എക്സാം. ഓക്കെ, ക്രിസ്മസ് എക്സാം പോലെ തന്നെ പബ്ലിക് എക്സാമിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ ഫെയിലായി പോകും. അതുണ്ടാവാൻ പാടില്ല. അപ്പം ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങിക്കൊള്ളുക ഇപ്പോഴേ. എത്രയും നേരത്തെ തുടങ്ങുന്നു അത് നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. റെഡിയല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, അപ്പം മക്കളെല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക. യെസ്, ലൈവ് കമൻ്റ് അല്ല, ഇതിൽ നിങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്താണ്, നമ്മുടെ അല്ലാത്ത കമൻറ്റ്, നോർമൽ കമൻറ്റിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, ലൈക്കൊക്കെ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തേർഡ് പാർട്ടൊക്കെ നമ്മൾ ഇന്നലെ ചെയ്തു. ഓക്കെ, റെഡി? അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റാക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യുക എല്ലാവരും. ഓക്കെ, യെസ്, വീണ്ടും കാണാം പുതിയ ലൈവിൽ. അതുവരെ ബൈ ബൈ ബൈ.